organizing or bringing together this kind of a conversation. തണലിന്റെ മേജർ ആയിട്ടുള്ളൊരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്റെ ആ ഒരു സ്റ്റേജിലാണ് തണലിന്റെ കൂടെ പ്രത്യേകമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഏർലി നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി EIC-കളുടെ ആ ഒരു ഡെവലപ്മെന്റ് സമയത്ത് സ്റ്റിൽ ആസ് എ പ്രൊഫഷൻ ആ ഒരു കൺസെപ്റ്റിനെ പല രീതിയിലും എന്റെ ഇന്റർവ്യൂകളിലാണെങ്കിലും പല ക്ലാസ്സുകളിലാണെങ്കിലും പല രീതിയിലും ആ ഒരു കൺസെപ്റ്റ് ഞാൻ ഇവിടെയാണെങ്കിലും ഷെയർ ചെയ്യാറുണ്ട്. നിലവിൽ എൻ്റെ ഒരു കാനഡയിലുള്ള റോൾ എന്ന് പറയുന്നത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡിസബിലിറ്റി സപ്പോർട്ട് പ്രോഗ്രാം സ്പെഷ്യലിസ്റ്റ്, ഒരു പോളിസി സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ ജോലി ചെയ്യാണ്. ആ ഒരു റോളിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ റോളിൽ എന്തൊക്കെ ടാസ്ക് എന്നുള്ളത് അടുത്ത സ്ലൈഡുകളിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അത് പറഞ്ഞു വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പ്രതിപാദിക്കാം. ഡിപ്പാർട്ട്മെന്റിന്റെ പേരും ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഗവൺമെന്റ് തലത്തിലുള്ള പല ആൾക്കാരും പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേരും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്നാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ നിലവിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭിന്നശേഷി മേഖലയെ കുറിച്ചുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ അതേപോലെയുള്ള കൂടുതലായിട്ട് ചെയ്യണം എന്നുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് വരിക എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നിർദ്ദേശമായിട്ട് പല ആൾക്കാരും പറയാറുണ്ട്. അതും ആ ഒരു ആവശ്യവും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേരും വേണമെങ്കിൽ ചേർത്ത് പിടിക്കാവുന്നതാണ്. ഇവിടെ സോഷ്യൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ നിൽക്കുന്ന സ്റ്റേറ്റില് ഭിന്നശേഷിക്കാര്, ഇൻകം അസിസ്റ്റൻസ് സപ്പോർട്ട് വേണ്ട ആൾക്കാര്, അതേപോലെ ചൈൽഡ് ആൻഡ് ഫാമിലി വെൽബീങ് പ്രൊട്ടക്ഷൻ വേണ്ട കുട്ടികൾ, അത്തരത്തിലുള്ള ആൾക്കാർ, ഹോംലെസ്നെസ്, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മുടെ നാട്ടിലെ സാമൂഹ്യനീതി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വെർഷനാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. Land acknowledgement എന്നുള്ളത് I would like to acknowledge that especially I am in the Mi'kmaq, the traditional ancestral land of the Mi'kmaq people. We all are treaty people. ഈ ഒരു ടെംപ്ലേറ്റ് ശരിക്കും ഡൊമസ്റ്റിക്കലി നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ഗവൺമെന്റ് ആണെങ്കിലും ഗവൺമെന്റ് ഇതര സംഘടനകളൊക്കെ പ്രോഗ്രാം നടത്തുമ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ആണെങ്കിലും നടത്തുന്ന ഒരു പ്രാക്ടീസ് ആണ്. ഈ ഒരു സാധനം പ്രത്യേകിച്ച് ഈ ഒരു സെഷനിൽ കൂടിയും ഈ സ്ലൈഡ് ഞാൻ വെക്കാൻ കാരണം ഇതിന്റെ റെലവൻസും കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. അറിയാം, കാനഡ ആണെങ്കിലും ഒരു ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിയാണ്. ലോക്കലിയുള്ള ഇവിടുത്തെ നേറ്റീവ് പീപ്പിൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ സെറ്റിൽ ആക്കിയതാണ്. അപ്പൊ എന്ത് പ്രോഗ്രാം നടക്കുമ്പോഴും ആ ഒരു ഏത് സംസ്ഥാനത്തിന്റെ ആ ഒരു പഴയ നാമം പറഞ്ഞുകൊണ്ടും അവിടെയുള്ള ഒറിജിനലി ഉള്ള ആൾക്കാർക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ടാണ് ഏത് സെഷനും തുടങ്ങുന്നത്. ഇതൊരു പ്രാക്ടീസിന്റെ ഭാഗമാണ്. അതൊരു ഇത്തരത്തിലൊരു സെഷനിലും കൂടി, പ്രത്യേകിച്ച് ഇംഗ്ലീഷിനെ കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു സെഷനും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യണം. And the whole credit of this session and the ongoing our conversation, people with lived experience and their support network. Without them, any of our thoughts and efforts wouldn't have been possible. നമ്മള് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഭിന്നശേഷിക്കാരാണെങ്കിലും ഈ ഒരു മേഖലയിലെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ളതും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ലിവ്ഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ പ്രസന്റേഷന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് ആസ് എ ഡിസബിലിറ്റി പ്രോഗ്രാം അല്ലെങ്കിൽ പോളിസി സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ആ ഒരു ജോലിയിൽ നിന്നുകൊണ്ടുള്ളൊരു ഇൻസൈറ്റുകളാണ് ഈ ഒരു പ്രസന്റേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തത്, ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ ഞാൻ സോഷ്യൽ വർക്ക് പഠനം നടത്തുന്നുണ്ട്. നാട്ടിലെ MA ഡെവലപ്മെന്റ് അസീം പ്രേംജി യൂണിവേഴ്സിറ്റി കഴിഞ്ഞതാണ് എന്റെ യോഗ്യത. ശേഷം ഇവിടെ വന്നിട്ട് BSW ചെയ്തു. കഴിഞ്ഞ മാസം മുതൽ MSW ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു സോഷ്യൽ വർക്കിന്റെ പഠനത്തിൽ കിട്ടിയ കുറെ ഇൻസൈറ്റ് കൂടിയാണ് ഈ ഒരു സെഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ മകന് 10 year old ആയിട്ടുള്ള റയാൻ, ഹീസ് എ ചൈൽഡ് വിത്ത് ഡിസബിലിറ്റി. അവരുടെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് സെറിബ്രൽ പാൾസി, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഡൈക്ക് ഡേവിസൺ മാസോൺ സിൻഡ്രോം, മെയിൻലി സീജറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടീഷനാണ്. അപ്പം ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ ഉള്ള കുറെ എക്സ്പീരിയൻസ് എന്റെ ജോലി സ്ഥലത്താണെങ്കിലും എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ജേണിയിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഭിന്നശേഷി മേഖലയിലേക്ക് എന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രചോദനം. നാലാമത്തെ പോയിന്റ്,
ഈ ഒരു സബ്ജക്ട് പറഞ്ഞ സമയത്ത് തന്നെ വളരെ ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള വളരെ വൈഡും ഡെപ്ത് ഒക്കെ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാനഡ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഞാൻ നിൽക്കുന്ന ഒരു പ്രൊവിൻസിനെ, കാരണം മൊത്തത്തിൽ അമേരിക്ക അല്ലെങ്കിൽ ഗ്ലോബൽ എന്ന് പറയുമ്പോൾ കുറെ മേഖലകളിലേക്ക് കടന്നു പോകേണ്ടി വരും. ഇപ്പോ ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊവിൻസിൽ ഒരു സ്റ്റേറ്റിലെ കോണ്ടെക്സ്റ്റ് കൃത്യമായിട്ടുള്ള ഇവിടെ സ്ട്രക്ചേഴ്സും പ്രോഗ്രാമും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് രീതിയിൽ ചെയ്യുന്ന സംസ്ഥാനങ്ങള്, രാജ്യങ്ങള്, സംവിധാനങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരു ഫെഡറൽ ലെവൽ, ഒരു സ്റ്റേറ്റ് തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ് ന്യൂ കമർ എക്സ്പീരിയൻസ് ആൻഡ് കോൺട്രാസ്റ്റ് ഉണ്ട്. 3 വർഷമായിട്ടാണ് ഞാൻ ഇവിടെ ഉള്ളത്. അപ്പം പല കാര്യങ്ങളും നമ്മൾ കേരള കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും കാനഡയിലുള്ള അല്ലെ നോവാസ്കോഷ്യയിലുള്ള എക്സ്പീരിയൻസും ലേണിംഗ്സും കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ചില സമയത്ത് ഈ പറയുന്ന സെയിം സാധനം കാനഡയിലുള്ള ഒരാൾക്ക് ചിലപ്പം വേറെ രീതിയിലായിരിക്കും തോന്നാവുന്നത്. പക്ഷെ ഒരു ന്യൂ കമർ എന്നുള്ള രീതിയിൽ പലപ്പോഴും ആ ഒരു കേരളത്തിൽ താരതമ്യത്തിലൂടെയാണ് ഈ സാധനങ്ങൾ പഠിക്കുകയും ഫീൽ ചെയ്യുകയും ചെയ്യുന്നത്. നമ്മളെ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സ്പീഡ് കുറക്കണോ? എന്താണ് അഭിപ്രായം? ഓവർ സ്പീഡ് ആണോ? ഇല്ല ഓക്കെയാണ്. ഹലോ, ഓക്കെയാണ്. ഓക്കെ ഓക്കെ. ഞാൻ മൊത്തം ടോപ്പിക്കിൽ പോയിട്ട് ഓപ്പൺ ആയിട്ട് ഡിസ്കഷൻസ് ആവാം. ഞാൻ പ്രസന്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സും ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സബ്ജക്റ്റിൽ ഇപ്പം ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിസബിലിറ്റി റീഹാബിലിറ്റേഷൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് ആ ഒരു സബ്ജക്ട് തന്നെ കീ ആയിട്ടുള്ള 2 വേർഡുകളാണ് ഡിസബിലിറ്റി, റീഹാബിലിറ്റേഷൻ എന്നുള്ളത്. ആ ഒരു അതില് പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ടേംസും ഡെഫിനിഷൻസും ഉണ്ടാവാം. അതിനേക്കാൾ ഉപരി അതിനെ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസെപ്റ്റലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാനഡ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഡിസബിലിറ്റിയെ ആ ഒരു വാക്ക് ഒഫീഷ്യലി ഡിസബിലിറ്റി എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, അസ്ഹാബുൽ ഹിമം എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റില് ദിവ്യാഞ്ജൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡിസബിലിറ്റി പ്രൊഫഷണൽസിന് അറിയാം, ഹാൻഡിക്യാപ്ഡ്, മെന്റൽ റിട്ടാർഡേഷന്, അത്തരത്തിലുള്ള ടേംസ്, ഈവൻ ഇമ്പയർമെന്റ്, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ പല രീതിയിലും പല കാലങ്ങളിലും ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ഈവൻ ഡിസബിലിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ പല ആൾക്കാരും അതിനേക്കാൾ നല്ലൊരു വാക്ക് നമ്മുടെ മലയാളത്തിൽ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഈവൻ ഡിസബിലിറ്റി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോഴും ശരിക്കും ഒരു ഡിസേബിൾഡ് എന്ന് പറയുന്നത് അത് ഒരു മെഡിക്കൽ ടേം അല്ലേ, അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൊണോട്ടേഷൻ അല്ലേ എന്നുള്ള രീതിയിൽ പല ആൾക്കാരും പറയാറുണ്ട്. പക്ഷെ സ്റ്റിൽ വേൾഡ് ബാങ്കും മറ്റ് സംവിധാനങ്ങളും ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേം ഡിസബിലിറ്റി എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഐ ആം ഡിസേബിൾഡ് എന്ന് പ്രൗഡായിട്ട് അല്ലെങ്കിൽ ആ ഒരു എംപവേർഡ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റിഗ്മ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു പറയാനുള്ള ഒരു മാനസിക തലം ഡിഫറെന്റ് ആണ് എന്നുള്ളത് എനിക്കൊരു ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തില് ആര് ഡിസേബിൾഡ് അല്ലെ മൈ സൺ ഇസ് ഡിസേബിൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിമ്പതി വരാറുണ്ട്, ഒരു ട്രാജഡിയുടെ ഒരു സാധനം വരാറുണ്ട്. പക്ഷെ ഐ ആം ഡിസേബിൾഡ്, ആർ യു, ഓ ദാറ്റ്സ് ഗ്രേറ്റ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് 100% അതിനാ സ്ഥാനത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ള തലത്തിൽ. പക്ഷെ ആ ഒരു പറയുന്ന ആളും അത് കേൾക്കുന്ന ആളും ആ ഒരു വാക്കിനെ ഉൾക്കൊള്ളുന്നത് ഗ്രേഡില് ഡിഫറൻസ് തോന്നാറുണ്ട്. കമ്പാരിറ്റീവ്ലി ലെസ് സ്റ്റിഗ്മ അസോസിയേറ്റഡ്. ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ്. ഡിസേബിൾഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു കേരള അല്ലെങ്കിൽ എമർജിംഗ് കൺട്രീസിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് കുറെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റിഗ്മകളുണ്ട്. ഈവൻ ഡിസബിലിറ്റിയുടെ റീസൺസിനെ കുറിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിലീജിയസ് കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ സഹിക്കണം, ഒരു പരീക്ഷണമാണ്, അടുത്ത ജന്മത്തിലേക്ക് ഉള്ള ഒരു സാധനം എന്നുള്ള രീതിയിലൊക്കെ കുറെ സാധനങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ മുജ്ജന്മ പാപങ്ങളാണ്. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ മെഡിക്കൽ ആയിട്ടുള്ള റീസൺസ് പറയാനുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമേരിക്കയിൽ നടന്ന ഓൺഗോയിങ് ആയിട്ടുള്ള ഡിസ്കഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അറിയില്ല.
പാരസെറ്റാമോളിന് പകരം ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് പ്രസവ സമയത്ത് കഴിക്കുന്നത് കൊണ്ടാണ് ഓട്ടിസം ഉണ്ടാവുക എന്നുള്ളത് പുതിയ അമേരിക്കൻ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനം പറയുന്നുണ്ട്. ഓട്ടിസം ഒരു പാൻഡമിക് ആണ്, ലെറ്റസ് ഫിക്സ് ഇറ്റ് എന്നുള്ള രീതിയിൽ ഒരു അഗ്രസീവായിട്ട് നമ്മൾ പലപ്പോഴും ചില സംസാരങ്ങളും ചർച്ചകളും മാത്രം നടക്കുന്നതാണ്. വളരെ അഗ്രസീവായിട്ട് ഓട്ടിസം, ലെറ്റസ് ഫിക്സ് ഓട്ടിസം എന്നുള്ള രീതിയിൽ ട്രംപ് പോകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ സംവിധാനങ്ങളിലും പോളിസികളിലൊക്കെ പല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റിഗ്മ കമ്പാരിറ്റീവ്ലി അറ്റ്ലീസ്റ്റ് കാനഡയില് മറ്റു രീതിയിൽ ഒരു ഗ്ലോബൽ രാജ്യങ്ങളിൽ ഡിഫറെന്റ് ലെവലാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ആ ഒരു സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റില്ല. ഓരോ രാജ്യത്തിന്റെയും ഭിന്നശേഷിക്കാരെ ഉൾക്കൊള്ളുന്ന രീതിയിലും അതുമായിട്ട് ബന്ധപ്പെട്ട അക്കാഡമിക്സും സോഷ്യൽ എഡ്യൂക്കേഷനും ഒക്കെ ആയിട്ട് തോതനുസരിച്ച് ആ ഒരു സ്റ്റിഗ്മ ഡിഫറെന്റ് ആയിരിക്കും. ഓൺഗോയിങ് സ്ട്രഗിൾ ഇസ് സ്റ്റിൽ എക്സിസ്റ്റന്റ്. പലപ്പോഴും നമ്മൾ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് കൺട്രീസിൽ ഭിന്നശേഷിക്കാര് 100% സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള ഒരു തോട്ട് പലപ്പോഴും നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉണ്ടാവാറുണ്ട്. അറ്റ്ലീസ്റ്റ് കമ്പാരിറ്റീവ്ലി ലെസ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാവുന്ന കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ഒരു ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആണെങ്കിലും ഭിന്നശേഷിക്കാർക്ക് സമരങ്ങൾ നടക്കാറുണ്ട്. അവര് ഗവൺമെന്റ് തന്നെ പല തീരുമാനങ്ങളും ഭിന്നശേഷിക്കാർക്ക് പ്രൊആക്റ്റീവായിട്ട് എടുക്കാതെ വന്നിട്ട് ആ സാധനങ്ങൾ തിരുത്തേണ്ടി വരാറുണ്ട്. സമരങ്ങൾ നമ്മൾ ഒരു ഹ്യൂമൻ റൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സമരങ്ങൾ സ്റ്റിൽ ഉണ്ട്. കോടതികളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളും ഉണ്ട്. അപ്പൊ ആ ഒരു സ്ട്രഗിള് ഗ്ലോബലി ഇൻക്ലൂഡിങ് കേരളത്തിൽ കാണുന്നത് പോലെ തന്നെ പെൻഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിരാമയ ആശ്വാസകരണത്തിന് പോയിട്ടുള്ള ഒരു നമ്മൾ കാണുന്ന സ്ട്രഗിള് പോലെ തന്നെ പല കൺട്രീസിലും സമരങ്ങളും സ്ട്രഗിൾസും നടക്കാറുണ്ട്. പക്ഷെ ആ ഒരു നടക്കുന്ന വിഷയങ്ങളുടെ സബ്ജക്റ്റുകളും അതിന്റെ ഔട്ട്കം ലോങ് ടൈം ഇമ്പാക്റ്റും വ്യത്യാസമാണെന്നുള്ളതാണ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം, കഴിഞ്ഞ ആഴ്ച ഞാൻ കൂടിയും ഇൻവോൾവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടിട്ട് വന്ന ഒരു കൊണ്ടുവന്നിട്ടുള്ള ഒരു കോടതി വിധി എന്ന് പറയുന്നത് 19 വയസ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 10-15ഓളം വർഷമായിട്ട് ഒരു ബെനിഫിറ്റും റെസിഡൻഷ്യൽ ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ കിട്ടാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കോടതിയിൽ പോയിട്ട് ഒരു കോടതി വിധി വാങ്ങി വന്നു. അത് അറൌണ്ട് 200 സംതിങ് കോടി റുപ്പീസ് അവർക്ക് ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഓർഡറാണ് വന്നത്. അവരുടെ കേസ് എന്ന് പറയുന്നത് 19 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഗവൺമെന്റ് റെസിഡൻഷ്യൽ ആയിട്ടുള്ള ചെറിയ കമ്മ്യൂണിറ്റി ലെവലിലുള്ള സംവിധാനങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള റൈറ്റ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള അർത്ഥത്തിൽ ഗവൺമെന്റ് കോടതി അത് ഒരു സെറ്റിൽമെന്റ് പോവുകയും ഗവൺമെന്റ് അത് അംഗീകരിക്കുകയും ചെയ്തു. അതൊരു എക്സാമ്പിൾ ആണ് ഇവിടെ നടക്കുന്ന ഓൺഗോയിങ് സ്ട്രഗിൾസിലെ കണ്ടന്റ് ഡിഫറെന്റ് ആണെന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടി. അടുത്ത പോയിന്റ്, സിംബൽസ് വേരി ഇൻ പബ്ലിക് സ്പേസ്. ഭിന്നശേഷി എന്നുള്ള ഇപ്പം നമ്മള് പല പൊതുസമൂഹത്തില് സൊസൈറ്റി ഇൻക്ലൂസീവ് ആണെന്ന് പറയുമ്പോൾ ഭിന്നശേഷിയായിട്ട് ബന്ധപ്പെട്ട കുറെ സിംബൽസ് ഉണ്ടാവും. അപ്പം ഡിസബിലിറ്റി ഫ്രണ്ട്ലി, ഹാൻഡിക്യാപ്ഡ് പാർക്കിംഗ്, ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ട് ക്യൂ, അത്തരം സാധനങ്ങൾ കുറെ. ഇപ്പം ട്രെയിനുകളിലാണെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ട് ഒരു ക്യാബിൻ, ഒരു ബോഗി, അത്തരം സാധനങ്ങൾ. അത് ഓരോ കൺട്രിയിലും ഡിഫറെന്റ് ആണെന്നുള്ളൊരു ഒബ്സർവേഷൻ ഉണ്ട്. മോസ്റ്റ്ലി കാനഡ പോലുള്ള രാജ്യങ്ങളിൽ മെയിൻ ആയിട്ട് ഡിസബിലിറ്റി കണ്ടിട്ടുള്ളത് മെയിൻലി പാർക്കിംഗ് ഏരിയകളിലാണ്. പാർക്കിംഗ് പ്രത്യേകിച്ച് എൻട്രൻസോട് ചേർന്നിട്ടുള്ള ആക്സസബിൾ പാർക്കിംഗ് സ്ഥലത്ത് ഭിന്നശേഷിയായിട്ട് ബന്ധപ്പെട്ട് സിംബൽസ് കാണാറുണ്ട്. അത് യൂസ് ചെയ്യണമെങ്കിൽ പ്രത്യേകമായിട്ട് RTO അത്തരം സംവിധാനം ട്രാൻസ്പോർട്ടേഷൻ വിഭാഗത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ലേബൽ ചില വണ്ടികൾ കൊടുക്കാറുണ്ട്. ഇനി ഭിന്നശേഷിക്കാരന് ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങളാണെങ്കിൽ ബേക്കിൽ നമ്പർ പ്ലേറ്റ് തന്നെ വീൽ ചെയറിന്റെ സിമ്പിൾ ഉണ്ടാവാറുണ്ട്. ടോയ്ലറ്റുകളിൽ അധിക സ്ഥലത്തും ആക്സസബിൾ ടോയ്ലറ്റ് സെപ്പറേറ്റ് തന്നെ ഉണ്ടാവാറുണ്ട്. ടോയ്ലറ്റിന്റെ ഉള്ളിൽ തന്നെ സെപ്പറേറ്റ് ഒരു യൂണിറ്റ് ആയിട്ടല്ല, യൂണിറ്റിന്റെ ഉള്ളിൽ തന്നെ ചില ടോയ്ലറ്റുകൾ വലിയ സ്പേസ് വേണ്ടതുകൊണ്ട് ആക്സസബിൾ എന്ന് പറഞ്ഞ് വെക്കാറുണ്ട്. ഇനി ചെറിയ ടോയ്ലറ്റ് ഇപ്പൊ 2 ടോയ്ലറ്റ് മാത്രമൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ മിക്കവാറും 2ഉം ആക്സസബിളും ആവാറുണ്ട്. ഇതൊക്കെയാണ് ഭിന്നശേഷിയായിട്ട് ബന്ധപ്പെട്ട സിംബൽസ് നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ കാണുന്നത്. അതർ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി അത് ഒരു ഫിസിക്കലി അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റിയെ മാത്രം അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലല്ല. ഏത് സർക്കാർ ഓഫീസ് ആണെങ്കിലും പബ്ലിക് സ്പേസ് ആണെങ്കിലും ഇനി പ്രൈവറ്റ് ഇവന്റുകൾ നടക്കുന്ന സ്ഥലത്താണെങ്കിലും ഒരു കാം ഡൗൺ ഏരിയ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫാമിലീസിനും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽക്കും കൊടുക്കാറുണ്ട്. അത്
അത് പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്തിനെയും കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ പ്യൂർലി എപ്പോഴും സംസാരിക്കാറുള്ള ഫിസിക്കലി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി മാത്രമല്ല, മറ്റ് നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന മെന്റൽ ഹെൽത്തിനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഇവിടെ നമ്മളൊരു സ്റ്റാഫ് ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ പോലും അവിടെ ഒരു കാം ഡൗൺ ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ട്രെസ്ഫുൾ ആവുകയാണെങ്കിൽ അവിടെ പോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ടാവാറുണ്ട്. ഓപ്പൺ ഫോർ പീപ്പിൾ വിത്ത് ഓൾ എബിലിറ്റീസ് എന്നുള്ളത് ഒരു മോട്ടോ ആയിട്ട് കാണാറുണ്ട്. പല പ്രോഗ്രാമുകളും പല സമയങ്ങളിലും ചോദ്യങ്ങൾ വരാറുള്ളത് ഇത് ഭിന്നശേഷിക്കാർക്ക് പറ്റുമോ പറ്റില്ല എന്നുള്ളതാണ്. അധിക പ്രോഗ്രാമിന്റെയും പോസ്റ്റർ വരുമ്പോൾ തന്നെ ഓപ്പൺ ഫോർ പീപ്പിൾ വിത്ത് ഓൾ എബിലിറ്റീസ് എന്ന് വരാറുണ്ട്. അതിന്റെ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒരു സ്വിമ്മിംഗ് പൂള് നമ്മൾ പെട്ടെന്ന് ഒരു ഭിന്നശേഷിക്കാരൻ സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈ സ്വിമ്മിംഗ് പൂൾ ആക്സസിബിൾ ആണോ അല്ലേ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. അപ്പൊ മോസ്റ്റ്ലി നമ്മുടെ യൂണിഫോം ഡിസൈൻ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സ്വിമ്മിംഗ് പൂളാണ് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞതായിട്ട് കണക്റ്റഡ് ആണ്. യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്കും സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇവിടെ ഇന്ത്യയിൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇന്റൻസീവായിട്ട് നടക്കുന്ന ഒരു സ്റ്റേജ് കൂടിയാണ്. ഒരു ഭിന്നശേഷിക്കാരൻ ഒരു വീടിന്റെ ഉള്ളിൽ പെരുമാറുമ്പോൾ അവന് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ, ഒരു വീൽ ചെയറുള്ള ആൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും എല്ലാ വീടുകളുടെയും ബിൽഡിങ്ങിന്റെയും സ്റ്റാൻഡേർഡ് ഉണ്ടാവുക. ഇനി ഫോർ എക്സാമ്പിൾ എല്ലാ ബിൽഡിങ്ങിന്റെയും ഡോറുകൾ ഭിന്നശേഷിക്കാർക്കും സാധാരണക്കാർക്കും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലേക്കും. അതാണ് ദ ഹോൾ ഐഡിയ ഓഫ് യൂണിവേഴ്സൽ ഡിസൈൻ. അത് കൂടുതലായിട്ട് ഡിസൈനിങ്ങിലേക്ക് സ്ട്രിക്ട്ലി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഒരു ലീഗൽ പ്രൊസീജിയർ മാത്രമായിട്ട് അതൊരു കൾച്ചറലി തന്നെ സ്റ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൺഗോയിങ് സ്ട്രഗിൾ ഈ വിഷയത്തിലുണ്ട്. ഒരു 95% ബിൽഡിങ്സ് ഒക്കെ ആക്സസിബിൾ ആണെങ്കിൽ പോലും അല്ലാത്ത സ്ഥലത്ത് ബിൽഡിംഗ് മാത്രമല്ല, ഈവൻ പ്രോഗ്രാം ആക്സസിബിൾ അല്ലെങ്കിൽ പോലും പല രീതിയിലുള്ള ചോദ്യങ്ങളും അത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട്. അതില് നെക്സ്റ്റ് ടൈം റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്, അപ്പം പലപ്പോഴും ഇത് ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ല, സോഷ്യൽ വർക്ക് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. റിഹാബിലിറ്റേഷൻ എന്നുള്ളത് എന്താണ്, നിലവിലുള്ള ഒരു സാഹചര്യത്തിനെ വേഴ്സ് ആക്കാതെ നിലനിർത്തുക, അതല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു ശ്രമമാണ്. ബാക്ക് ടു നോർമാലിറ്റി എന്നുള്ള രീതിയിലാണ്. അവിടെയാണ് നമ്മൾ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ മോഡൽ, ഇതിനെ ഡിസബിലിറ്റിയെ മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ സോഷ്യലി അഡ്രസ് ചെയ്യേണ്ട സാധനങ്ങളാണോ എന്നുള്ള ചോദ്യം വരാറുള്ളത്. ഈവൺ ഇപ്പം ഫിസിയോതെറാപ്പി അത്തരം സാധനങ്ങളെ കുറിച്ച് ഇന്റൻസീവ് ആയിട്ടുള്ള സജഷൻസ് കാര്യങ്ങൾ നടക്കാറുണ്ട്. സ്റ്റിൽ ആ ഒരു ഫിസിയോതെറാപ്പി, ഫോർ എക്സാമ്പിൾ മൊബിലിറ്റി ഇഷ്യൂസ് ഉള്ള സ്പീച്ച് കൺസ്ട്രെയിൻസ് ഉള്ള ആൾക്കാർക്ക് ആ ഒരു തെറാപ്പിയുടെ മാത്രം അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുള്ളത്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു CP ഉള്ള കുട്ടിയാണെങ്കിൽ CP ഉള്ള കുട്ടിക്ക് നമ്മൾ അഡ്രസ് ചെയ്യുന്ന കുറെ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കുറെ ഈ മെഡിക്കൽ അല്ലെങ്കിൽ തെറാപ്പി ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചുകളാണ്. അതല്ലാതെ അതിനേക്കാൾ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു പല ആസ്പെക്റ്റുകളും അവന്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ഫാമിലി ആയിട്ടുള്ള ഒരു ഇന്റഗ്രേഷന്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷന്, അത്തരം സാധനങ്ങളും കൂടി ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ്. അത് അടുത്ത സ്ലൈഡുകളിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇൻഡിപെൻഡന്റ് ലിവിങ്ങിനെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ളൊരു കൾച്ചറാണ് കൂടുതലായിട്ടുള്ളത്. അത് ബുദ്ധിപരമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്നവരാണെങ്കിലും മറ്റു എടുക്കാനുള്ള ഒരു ഫ്രീഡം കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കൾച്ചറാണ് ഇവിടെ ഉള്ളത്. സെൽഫ് ഡിറ്റർമിനേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈവൺ അത് എനിക്കൊന്നൊരു ഒരു കൾച്ചറലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറും കൂടിയാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിൽ. നമ്മുടെ നാട്ടില് ഒരു കുട്ടി ജനിച്ച ഒരു നോർമൽ കുട്ടിയാണെങ്കിൽ പോലും ആ ഒരു കുട്ടി ജനിച്ച് ഈവൺ ആ ഒരു കുട്ടിയും പാരന്റും തമ്മിലുള്ള റിലേഷന്റെ ഒരു ഡൈനാമിക്സ് ഉണ്ട്. ഈവൺ ആ കുട്ടിയെ ചിലപ്പോൾ നമ്മൾ ബെഡ്റൂം കിടത്തുന്ന കാര്യങ്ങളിൽ പോലും നമ്മൾ കുറച്ചും കൂടി ഒരു പൊസസീവ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇതേപോലെ ഡെവലപ്പ് ആയിട്ടുള്ള പല കൺട്രീസിലും കുട്ടി ജനിച്ച മുതൽ തന്നെ കുട്ടിയെ ചിലപ്പോൾ മാറ്റി കിടത്താനുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും. പ്രത്യേകിച്ച് അത് ഭിന്നശേഷി മേഖലയിലാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലൊരു 30-40 കഴിഞ്ഞിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് പലപ്പോഴും ഒരു സാധാരണ ഈവൻ നോർമൽ കേസിലാണെങ്കിൽ പോലും ഡിഗ്രിയും PGയും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഒരു ഫാമിലിയെ കുറിച്ച് ആലോചിക്കുന്ന പല ആൾക്കാരും വീട് മാറിപ്പോകുന്നു. ഓക്കെ, ഇവിടെ ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അഡൽട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് ലിവിങ് എന്നുള്ളത് വളരെ ഫോഴ്സ്ഫുള്ളി അവർ ചെയ്യുന്നൊരു സാധനമാണ്.
അത് ഒരു ആ ഒരു കുട്ടിയോട് തീരുമാനങ്ങൾ മാത്രമല്ല, കുട്ടിയോടുള്ള സംസാരങ്ങൾ ആണെങ്കിൽ പോലും പല രീതിയിലും ഞാൻ മറ്റു ഫാമിലി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പേഴ്സണലി അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കുറെ സമയം എടുക്കും. ഉദാഹരണത്തിന് ഒരു ഡ്രസ്സ് ഇടുകയാണെങ്കിൽ, പല്ല് തേക്കുകയാണെങ്കിൽ, ആ, പല്ല് തേക്കുന്ന വിഷയത്തിലാണെങ്കിൽ, ടോയ്ലറ്റിൽ പോകുന്ന വിഷയത്തിലാണെങ്കിൽ, ഒരു പ്രോഗ്രാമിന് ഫാമിലി ഇവന്റിന് പോകുന്നതിന് മുമ്പായിട്ട് കൊടുക്കുന്ന ഓറിയന്റേഷന്റെ കാര്യത്തിലാണെങ്കിൽ, പലപ്പോഴും പേഴ്സണോട് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് തിരിച്ചത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിഷയത്തിൽ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും ആ സാധനങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ആഹ് ആ ഒരു പ്രോസസ്സും പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സെയിം സമയത്ത് അതേപോലെ തന്നെ അവർക്ക് ആ ഒരു ഓട്ടോണമസ് കൊടുക്കണം. ഹ്യൂമൻ റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ആണ് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഒരു റൈറ്റ് 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 ബേസ്ഡ് ആയിട്ടൊരു മൂവ്മെന്റ് കുറച്ചും കൂടിയും ഒരു 40കളിലും 1940-30 നടന്നുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇതൊരു ഇൻക്ലൂഷനും ആക്സസിബിലിറ്റി ഒക്കെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആണ് എന്നുള്ളത് പ്രാക്ടിക്കലി കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത്തരത്തിലുള്ള പല കമ്മ്യൂണിറ്റികളും. നമുക്ക് RPWD ആക്ട് ഉണ്ട്, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്, അത് മറ്റു CRPC മറ്റു നിയമങ്ങളുണ്ട്. അതിന്റെ എല്ലാ ഒരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് ഹ്യൂമൻ റൈറ്റ് ഈ ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ അവരുടെ ഒരു മനുഷ്യാവകാശം എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു അപ്രോച്ചാണ് ഇത്തരം രാജ്യങ്ങളുള്ളത്. ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി എന്നുള്ളത് ബസ് വേർഡ് ആണ്. അത് ഭിന്നശേഷിക്കാർക്ക് മാത്രം നമ്മളെപ്പോഴും ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഭിന്നശേഷിക്കാർ മാത്രമുള്ള രീതിയിൽ പലപ്പോഴും ചർച്ചകൾ പോവാറുണ്ട്. അതിനേക്കാൾ ഉപരി ഏത് രീതിയിലാണെങ്കിലും മെന്റൽ ഹെൽത്ത് വിഷയങ്ങളിലവരാണെങ്കിലും, ന്യൂ കമേഴ്സ് ആണെങ്കിലും, ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും, ബ്ലാക്ക് ആഫ്രിക്കൻസ് ആണെങ്കിലും, ഇൻഡിജിനസ് പീപ്പിൾസിനാണെങ്കിലും എല്ലാവരും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇതാണ്. ഒരു സർട്ടൻ കണ്ടീഷൻ വെച്ച് മാത്രമുള്ള അവരുടെ ഒരു സോഷ്യൽ പൊസിഷനോ മറ്റു സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും ഒരു ഇൻക്ലൂഷനാണ്. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന നോവാസ്കോഷ്യ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓൾമോസ്റ്റ് മോർ ദാൻ അറൌണ്ട് 37%, 1/3 ആൾക്കാരും ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു പ്രൊവിൻസിലാണ് ഞാൻ വരുന്നത്. ശരിക്കും ഇതൊരു നാഷണൽ ആയിട്ടുള്ള ആവറേജിനെക്കാട്ടും മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ കുറെ അഗ്രസീവായിട്ട് ചെയ്യുന്ന ഒരു പ്രൊവിൻസ് ആണ്. സ്റ്റിൽ ഇവിടെയുള്ള ലോക്കലി ഭിന്നശേഷിക്കാരുടെ കുറെ പരാതികളുണ്ട്. എന്നാൽ തന്നെയും ഒരു നാഷണൽ ആവറേജിനെക്കാട്ടി കൂടുതലുള്ള ഒരു പ്രൊവിൻസ് ആയതുകൊണ്ട് പല രീതിയിലും ഇവിടെയുള്ള ആവശ്യങ്ങൾ കൂടുതലാണ്. അതേപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഭിന്നശേഷി മേഖലയിലെ മൂവ്മെന്റ്സും വളരെ കൂടുതലാണ്. ഇതിലെ മൊത്തത്തിലൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഭിന്നശേഷി മേഖലയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കീ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഡിസബിലിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഭിന്നശേഷിക്കാരന്റെ ലൈഫ് സൈക്കിള് തുടങ്ങുന്നത് മുതൽ അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകള്, ഇവൺ അവരുടെ മരണം, ഇത്തരം സാധനങ്ങളിൽ ഈ ഒരു മൊത്തം സൊസൈറ്റിയുടെ ഒരു ഡിസബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ അത് തന്നെയാണ് ഈ ഒരു മേഖലയിൽ ഒരു ഭിന്നശേഷി മേഖലയിൽ സോഷ്യൽ ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിള് ഈ മേഖലയിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഭിന്നശേഷിക്കാർക്കോ അല്ലെങ്കിൽ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കോ മാത്രമായിട്ട് ഈ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലാർജർ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഗവൺമെന്റ്, നോൺ ഗവൺമെന്റ് ഇക്കോസിസ്റ്റം, മറ്റു പ്രൈവറ്റ് സംവിധാനങ്ങള്, ലാർജർ സൊസൈറ്റി ഇതിനെ കുറിച്ച് ഉള്ള അവയർനെസ് വളരെ കൂടുതലാണ്. അത് ചെറുപ്പകാലത്ത് മുതലേ സ്കൂളുകളൊക്കെ ഇൻക്ലൂസീവ് ആയതുകൊണ്ടും ആക്സസിബിലിറ്റി അത്തരം സംവിധാനങ്ങൾ ക്വൈറ്റ് കോമൺ ആയതുകൊണ്ടും ആ ഒരു അവയർനെസ് കൂടുതലായിട്ട് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടില് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം മുതലാണ് തോന്നുന്നു പുസ്തകങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ സ്റ്റോറീസും അതുപോലെ കേസ് സ്റ്റഡീസും ഒക്കെ അക്കാഡമിക് കരിക്കുലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഭിന്നശേഷിക്കാരുടെ മാത്രം അല്ല എന്നുള്ളൊരു പരിധി വരെ അല്ല എന്നുള്ളതാണ് ഇവിടെയൊക്കെ കണ്ടുവരുന്ന ഒരു സ്ഥിതി. അതിന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവാം, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് റെസ്ട്രിക്ഷൻ ഒന്നും വെക്കുന്നില്ല. പക്ഷെ എന്റെ ഒരു ഒബ്സർവേഷന് ഫിനാൻസിനെക്കാട്ടും കേരളത്തിലെ ഭിന്നശേഷിക്കാരുടെ അല്ലെങ്കിൽ ഒരു ജില്ലയിലെ ഒരു ഫാമിലിയുടെ ഭിന്നശേഷിക്കാരുള്ള ഒരു ഫാമിലിയുടെ പ്രശ്നം അഡ്രസ് ചെയ്യണമെങ്കിൽ സാമ്പത്തികമായിട്ട് മാത്രം പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാടുള്ളത്. അതിൽ ലാർജർ ഇപ്പം എന്തൊക്കെ ആയിട്ടാണെങ്കിലും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഹൈപ്പർ ആയിട്ടുള്ള ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിക്ക് എല്ലാ സംവിധാനങ്ങളും ഫണ്ട് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിലും
ആ കുട്ടിയെ സമൂഹത്തിലേക്ക് ഇറക്കിയിട്ട് ആ സമൂഹമായിട്ടുള്ള എൻഗേജ്മെന്റിന് ചിലപ്പം ഫണ്ടിലൂടെ മാത്രം കഴിയണമെന്നില്ല. അതിന് ആ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എർലി ഡയഗ്നോസിസ് ഈ ഇത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ഡിസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെ കുറിച്ചുള്ള ആൾക്കാർക്ക് ഒരു ബോധവൽക്കരണം ഉള്ളത് കൊണ്ട് തന്നെ ഏർലി ഡയഗ്നോസിസ് പാർട്ട് ഒരു കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിട്ടാണ് തോന്നുന്നത്. ഇവിടെ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് ഹോസ്പിറ്റലുകളിൽ ലേഡീസിനുള്ള കിഡ്സിനുള്ള പ്രത്യേകമായിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്. ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഏർലി ഡയഗ്നോസിസ് പാർട്ട് നടക്കുന്നത്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു കോംപ്ലക്സ് കെയർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. അത് 7 ഏരിയ തിരിച്ചിട്ട് 3-ലധികം ഏരിയകളിൽ കൺസേണുള്ള കുട്ടികൾ ആ ഒരു കോംപ്ലക്സ് കെയർ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റലുകളിൽ ഡീൽ ചെയ്യുന്നത്. ഫെഡറൽ ഡിസബിലിറ്റി ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രൊവിഷൻ ഉണ്ട്, ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ ഒരു പ്രൊവിഷനോട് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരെ കുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് വർഷത്തിൽ അവർ ടാക്സ് കൊടുക്കേണ്ട എമൗണ്ടിൽ നിന്ന് ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് $8,000 കുറക്കുന്ന ഒരു പ്രൊവിഷനാണ്. അതിന് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു. നേരത്തെ പറഞ്ഞ സിമ്പിളുമായിട്ട് കണക്ട് ചെയ്തൊരു സാധനം കൂടി പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ഈ ഭിന്നശേഷി ഐഡന്റിറ്റി കാർഡ് എന്നുള്ളത് ശരിക്കും ഒരു ഒഫീഷ്യൽ പ്രൊസീജിയറാണ്. പക്ഷെ ആ ഒരു ഒഫീഷ്യൽ പ്രൊസീജിയർ ആവുന്ന സമയത്ത് തന്നെ ആ ഒരു ഐഡന്റിറ്റി തെളിയിക്കാൻ വേണ്ടി ഒരു ഭിന്നശേഷിക്കാരൻ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ ഒരു കുട്ടിയുടെ ഫാമിലി എടുക്കുന്ന സൈക്കോളജിക്കൽ ട്രോമ എന്ന് പറയുന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. അല്ലെ അത് അതിന്റെ ഒരു ഡെപ്ത് പറഞ്ഞാൽ വളരെ സീരിയസ് ആണ്. അപ്പൊ ഞാൻ ആ ഒരു ജേണിയിലൂടെ വന്നതാണ്. പല കുട്ടികളാണ്, പല ഫാമിലീസ് ആണെങ്കിൽ എന്റെ കുട്ടിക്ക് മെയിൻലി ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഈ ഒരു ഭിന്നശേഷി കാർഡ് എടുക്കണോ വേണ്ടേ എന്നുള്ള ആ ഒരു ചോദ്യം പല രീതിയിലൊരു ഇന്റേണൽ സ്ട്രഗിൾസ് ഉണ്ടാക്കാറുണ്ട്. സ്റ്റിൽ ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ ആ ഒരു പ്രൊസീജിയറിലൂടെ കടന്നു പോകേണ്ടത് കൊണ്ട് പല ആൾക്കാരും എടുക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട പല പെർമനന്റ് ഉള്ള വിഷയങ്ങൾ, ടെമ്പററി ഡിസബിലിറ്റി ഉള്ള കൺസേൺസ് പല രീതിയിലുണ്ട്. പിന്നെ UDID ആയിട്ട് ബന്ധപ്പെട്ട് UDID കുറച്ചും കൂടി ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയാണ്. ഇവിടെ ഒരു ഭിന്നശേഷിക്കാരന് അവരുടെ ഒരു ഐഡന്റിറ്റി, പ്രത്യേകിച്ച് ഡിസബിലിറ്റി ടാക്സ് ക്രെഡിറ്റ് പോലത്തെ ഒരു അതിന്റെ ഒരു ഡോക്ടറാണ് ചെയ്യുന്നത്. ആ ഒരു ഡോക്ടർ ചെയ്തതിന് ശേഷം ഒരു സ്ഥലത്ത് നമുക്കൊരു ഭിന്നശേഷി കാർഡ് എന്നുള്ള ഒരു സാധനം കാണിക്കേണ്ടി വരുന്നില്ല. നമുക്കൊരു കാർഡ് എന്നുള്ള, ഇവിടെ ഒരു ഭിന്നശേഷിക്കാർക്ക് ഒരു കാർഡും ഇല്ല. മെയിൻലി അവര് പാർക്കിങ്ങിന് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ആക്സസിബിൾ പാർക്ക് ആക്സസ് ചെയ്യാൻ വണ്ടിയുടെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ഒരു സ്ഥലത്തും ഞാൻ ഭിന്നശേഷിക്കാരനാണെന്നുള്ള രീതിയിൽ പോയി പറയേണ്ട ആവശ്യമില്ല. കുറെ ഗവൺമെന്റിന്റെ മേജർ ആയിട്ടുള്ള സ്കീമുകൾക്ക് ഭിന്നശേഷി ടാക്സ് ക്രെഡിറ്റ് ആവശ്യമുണ്ടെങ്കിൽ തന്നെയും അല്ലെങ്കിൽ സെപ്പറേറ്റ് അസസ്മെന്റ് വേണമെങ്കിൽ തന്നെയും ചില പല റിസർച്ചുകൾക്കും പല രീതിയിൽ കമ്മ്യൂണിറ്റി ഇവന്റിനും സെൽഫ് ഐഡന്റിഫൈ ചെയ്യാവുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ ഭിന്നശേഷിക്കാരനാണ് സെൽഫ് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആക്സസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ സെൽഫായിട്ട് എപ്പോഴും അവർ ഇതിനെ അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും വരുന്നില്ല. 5th പോയിന്റ്, നമ്മളെ നാട്ടിനേക്കാൾക്കും ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിൽ അമേരിക്ക ഇവിടെയൊക്കെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഷോർട്ടേജ് ഉണ്ട്. അത് സ്റ്റിൽ ഒരു റിയാലിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ ഒരു പീഡിയാട്രീഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ 1-2 വർഷങ്ങൾ എടുക്കും. ഒരു പബ്ലിക് സംവിധാനത്തിൽ തെറാപ്പിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ട്. അതിന്റെ ഒരു അതർ സൈഡ് എന്ന് പറയുന്നത് പബ്ലിക്ലി എല്ലാ പ്രോഗ്രാംസും പബ്ലിക്ലി ഫണ്ടഡ് ആണ്. എത്ര മേജർ ആയിട്ടുള്ള സർജറി ആണെങ്കിലും പ്രൊസീജിയർ ആണെങ്കിലും അപ്പോയിന്റ്മെന്റ് ഒക്കെ ആണെങ്കിലും ഗവൺമെന്റ് ഫണ്ട് ആണ്. പ്രത്യേകിച്ച് കാനഡൻ കോണ്ടക്സ്റ്റിൽ ഗവൺമെന്റ് ഫണ്ട് മാത്രമാണ്. അമേരിക്കയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസും ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട്. നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പ്രൈവറ്റിലും ആക്സസ് ചെയ്യാം. കാനഡയിൽ അറ്റ്ലീസ്റ്റ് 100% സംവിധാനങ്ങളും ഗവൺമെന്റ് സംവിധാനമാണ്. പ്രൈവറ്റ് വളരെ റയർ ആയിട്ട് ഈ ഡെന്റൽ ക്ലിനിക്കുകള്, ഒപ്റ്റോമെട്രി സർവീസ്, ഇത്തരം സാധനങ്ങളുണ്ട്. അവിടെയൊക്കെ ഗവൺമെന്റിന്റെ തന്നെ ഇൻഷുറൻസ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സെയിം സമയത്ത് തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ട്. കോംപ്ലക്സ് കെയർ മാനേജിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ സെയിം ആയിട്ട് കോംപ്ലക്സ് കെയർ മാനേജിന്റെ കൂടെ തന്നെ ഹോസ്പിറ്റലുകളിൽ റിഹാബ് യൂണിറ്റും ഉണ്ട്. ഒരു 5-10 എക്സ്പെർട്ടുകൾ ജോയിന്റ് ആയിട്ട് നമ്മളെ സൂപ്പർ സ്പെഷ്യാലിറ്റി ICU കണ്ടുവരുന്നത് പോലെ. കമ്മ്യൂണിറ്റി ക്ലിനിക്കുകൾ, മൊബൈൽ ക്ലിനിക്കുകളും ഓൺലൈൻ ഓപ്ഷൻസും ഭിന്നശേഷിക്കാർക്കും സാധാരണക്കാർക്കും അവൈലബിൾ ആണ്. കമ്പാരിറ്റീവ്ലി ലോ ടെക് റിഹാബ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഉള്ളത്. നമ്മള് തണലടക്കം ഉപയോഗിക്കുന്ന കുറെ ഹൈ എൻഡ് ആയിട്ടുള്ള പല ടെക്നോളജികളും ഇവിടെ അതിന്റെ ഒരു പ്രൊഡക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചുകൾ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ നോർമൽ സെറ്റിംഗ്സിൽ ഉപയോഗിക്കുന്നത് വളരെ കുറവാണെന്നുള്ളതാണ് ഒബ്സർവേഷൻ. ലാസ്റ്റ് പോയിന്റ് ഇൻഷുറൻസ്. നമ്മുടെ
ഭിന്നശേഷിക്കാരുടെ ഇൻഷുറൻസ് എന്നുള്ള വളരെ ഒരു ബിഗ് ഒരു ചലഞ്ചായിട്ട് തന്നെ നമ്മുടെ നാട്ടില് നിലവിൽ ഒരു ചലഞ്ചായിട്ട് നിൽക്കുകയാണ്. ആഹ് ആഹ് പ്രത്യേകിച്ച് ജന്മസമയത്ത് ബൈ ബർത്ത് ഉള്ള ഡിസബിലിറ്റികൾ പലതും ഇൻഷുറൻസ് കിട്ടുക എന്നുള്ളത് വളരെ ടഫ് ടാസ്ക് ആണ്. കുറഞ്ഞ ഇൻഷുറൻസുകൾ മാത്രമേ അത്തരം ഇൻഷുറൻസുകൾ ഓഫർ ചെയ്യുന്നുള്ളൂ നമ്മുടെ നാട്ടില്. പക്ഷെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ പറയുന്നത് ഏത് തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ആണെങ്കിലും ഇൻഷുറൻസിൽ കവേർഡ് എന്നുള്ളതാണ്. അത് ജന്മനാണെന്നില്ല. 10 വയസ്സ് ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എന്റെ മകന് 7 വയസ്സാണ്. ഇവിടെ എംപ്ലോയർ വഴിയുള്ള ഇൻഷുറൻസ് എടുത്തു. സെയിം ആയിട്ടുള്ള ഫീസും മറ്റു സാധനങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു സാധാരണക്കാരന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടും. അതിൽ ഇൻഷുറൻസിൽ റിഹാബ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇൻഷുറൻസിൽ, കാരണം റിഹാബ് കോസ്റ്റ്ലി ആണെന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിലാണ് ഇപ്പം ഒരു മോട്ടോർ വീൽ ചെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ സം എമൗണ്ട് ആവും. ചിലപ്പോൾ 2-3 ലക്ഷം ഒക്കെ പറയാറുണ്ട്. സാധാരണ ഒരു വീൽ ചെയർ ആണ് എനിക്ക് തോന്നുന്നു ഒരു 60 അല്ലെങ്കിൽ ലെസ് ദാൻ ഒരു 50,000 റുപ്പീസ് ഒക്കെ എന്തായാലും ആവും. ഇവിടെ അത്തരമുള്ള റിഹാബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും ഇൻഷുറൻസിൽ കവേർഡ് ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു വീൽ ചെയർ ഇപ്പം ഞാൻ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ നോർമൽ വീൽ ചെയർ കവേർഡ് ആണ്. അതല്ലാതെ തന്നെ ഇൻ അഡീഷൻ ടു അതിന് ലിമിറ്റ് ഇല്ല, എത്ര ഡോളർ ആണെങ്കിലും അത് കവേർഡ് ആണ്. ഇലക്ട്രിക് വീൽ ചെയർ സെപ്പറേറ്റ് കവേർഡ് ആണ്. 2 വീൽ ചെയറിന്റെ റിപ്പയർ കവേർഡ് ആണ്. വാക്കർ കവേർഡ് ആണ്. അതേപോലെ തന്നെ ഇപ്പം ബാത്ത് ടബിൽ ഉപയോഗിക്കാൻ ചില എക്യുപ്മെന്റ്സും മറ്റു സാധനങ്ങൾ വേണമെങ്കിൽ കവേർഡ് ആണ്. അപ്പം ഭിന്നശേഷി പറഞ്ഞാൽ ലാർജർ ആയിട്ടാണ് പറയുന്നത്. കുട്ടികളെ പീഡിയാട്രിക് കേസല്ല, എല്ലാ തരത്തിലുള്ള ഇപ്പം ഓൾഡ് ഏജ് വയസ്സ് കൂടിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കൽ കണ്ടീഷൻ വരുന്ന ആൾക്കാർക്ക് പോലും ഈ ഇൻഷുറൻസ് ഉപയോഗിക്കാവുന്നതാണ്. വർഷത്തില് 2 വർഷം കൂടുമ്പോൾ 2 pairs ഓഫ് ഗ്ലാസ്, ഡെന്റൽ സർവീസ്, അത്തരം സാധനങ്ങൾക്ക് എല്ലാം ഇൻഷുറൻസിൽ കവേർഡ് ആണ്. മെഡിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനും അപ്പോയിന്റ്മെന്റിനും കുറച്ച് ഡിലേ വരുന്നുണ്ടെങ്കിൽ തന്നെയും ഇത് ഇൻഷുറൻസിൽ കവേർഡ് ആണെന്നുള്ള വളരെ അഡ്വാൻറ്റേജ് ആണ്. നമ്മളെ നാട്ടിൽ ആ ഒരു ലെവലിൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചില കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാനുകൾ ഭിന്നശേഷിക്കാരെയും കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ളതുണ്ട്. ഗവൺമെന്റ് തലത്തിലുള്ള നിരാമയ പോലുള്ള ഇൻഷുറൻസ് ഉണ്ട്. അതല്ലാതെ മറ്റ് ഫിസിക്കൽ മൊബിലിറ്റി വിഷയങ്ങളിലെ ആൾക്കാർ ഇൻഷുറൻസ് വളരെ കുറവാണ്, ഇല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു തിയറട്ടിക്കല് ഈ ഒരു സെഷനില് സോഷ്യൽ വർക്ക് ഫീൽഡിലുള്ള കുറെ ആൾക്കാരുണ്ടാവുന്ന അറിയാം. ഈവൻ സോഷ്യൽ വർക്ക് അല്ലാതെ തന്നെ മറ്റു റിഹാബ് മേഖലയിലുള്ള ആൾക്കാർ. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറട്ടിക്കൽ ഇൻസൈറ്റും കൂടിയാണ് ഇത്. സ്ട്രെയിഞ്ച് ആണെന്ന് തോന്നാമെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. ഒന്ന് സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് ആണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുടെ കാപ്പബിലിറ്റീസ്, അവരെ സ്ട്രെങ്ത് ആണ് നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അപ്രോച്ച്. ഒരു തിയറട്ടിക്കൽ ബാക്കപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ ഭിന്നശേഷി മേഖല റീഹാബിലിറ്റേഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. ട്രോമ ഇൻഫോംഡ് കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റേ സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ ചിലപ്പം അറിയുന്ന ഒരു വിഷയമായിരിക്കാം. ഒരു നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭിന്നശേഷിക്കാരന് ഏത് സെറ്റിംഗ്സിലാണെങ്കിലും ദേ ഗോ ത്രൂ അണ്ടർ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ട്രോമ. സാധാരണ എല്ലാവരും കടന്നു പോകുന്നുണ്ട്. ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ ഡിസബിലിറ്റി ആ ഒരു ഫീൽഡിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇവിടെ അവരുടെ ഫാമിലീസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ട്രോമ ഈച്ച് മൊമെന്റ് അവർ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ട്രോമ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ള ഒരു അപ്രോച്ച് ഉള്ളത്. ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു പരാതികള് പലപ്പോഴും കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഭിന്നശേഷിക്കാരുടെ ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ അത് തന്നിട്ടുണ്ടല്ലോ, ഇത് തന്നിട്ടുണ്ടല്ലോ, സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. പലപ്പോഴും ഗവൺമെന്റ് സംവിധാനങ്ങളിൽ പലപ്പോഴും അങ്ങനത്തെ ചിലപ്പോൾ ഒരു സ്വഭാവം വരാറുണ്ട്, അല്ലെ നമ്മളെ പേഴ്സണൽ ആയിട്ടൊക്കെ വരാറുണ്ട്. അത് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ചെയ്തിട്ടില്ല. അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വളരെ ബുള്ളിങ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് ഇവിടെ എടുക്കാറുള്ളത്. അതൊരു കൾച്ചറലി ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം കുറച്ചും കൂടി. ഒരു പരാതി പറയുകയാണെങ്കിലും അവരെ കംപ്ലൈന്റ് എന്നല്ല പറയാം, അഡ്വക്കസി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ മകന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം പറയുകയാണെങ്കിൽ അഡ്വക്കസി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ടേമിലാണ് ഈ വിഷയങ്ങൾ ആൾക്കാർ കാണാറുള്ളത്. സിസ്റ്റം തിയറി എന്ന് പറയുന്നത് ഭിന്നശേഷി ഇൻഡിവിജ്വൽ ആണെങ്കിലും അവർ ലാർജർ ആയിട്ടുള്ള സാമൂഹിക മറ്റു സംവിധാനത്തിന്റെ ഭാഗമാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഒരു ഭിന്നശേഷിക്കാരന്റെ ഒരു അടുത്ത സ്റ്റെപ്പിലൊക്കെ പറയാം, അവർക്ക് വേണ്ട ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്
സപ്പോർട്ട് നെറ്റ്വർക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാറുണ്ട്. ആ ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല, ഇൻഡിവിജ്വലിന് ചുറ്റുമുള്ള സിസ്റ്റംസ്, അവന്റെ ബിയോണ്ട് ഫാമിലി ഉള്ള സംവിധാനങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടാക്കാറ്. ആന്റി ഒപ്രസീവ് എന്ന് പറയുന്നത് ഇനീക്വാലിറ്റികൾ, ന്യൂ കമേഴ്സ്, മൈനോറിറ്റി, ട്രാൻസ്ജെൻഡേഴ്സ്, വുമൺ, ചിൽഡ്രൻ, അത്തരം സംവിധാനങ്ങൾക്കിടയിൽ ഇനീക്വാലിറ്റി അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു തിയറട്ടിക്കൽ ഐഡിയ ആണ്. പേഴ്സൺ ഇൻ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നേരത്തെ സിസ്റ്റം തിയറിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരാളെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് മനസ്സിലാക്കാറുള്ളത്. കൾച്ചറൽ ഹ്യൂമിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഈ റിഹാബ് മേഖലയിൽ ഒരു തിയറി ആയിട്ട് പറയാറുണ്ട്. മറ്റാൾക്കാരിൽ നിന്ന് ആരുടെ കൾച്ചറും സുപ്രീമസി അല്ല. ഈ റീഹാബിലിറ്റേഷൻ മേഖലയാണ് ഈ സർവീസ് കൊടുക്കുന്ന ആളുടേത് സ്വീകരിക്കുന്ന ആളെയും കാട്ടിയും സുപ്രീം അല്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് ആൾക്കാർ ഈ ഒരു മേഖലയില് ഇത്തരത്തിലൊരു തിയറി ഉള്ളത്. ഗോയിങ് ഇൻ ഡീറ്റെയില് കുറച്ച് ആക്ടുകൾ കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടുകൾ നോട്ട് ചെയ്താണ്. അതിൽ രണ്ട് രീതിയിലുള്ള ആക്ടുകളുണ്ട്. ഒന്ന് ഭിന്നശേഷി മേഖലയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതും, രണ്ടാമത്തത് ഭിന്നശേഷി മേഖലയിലെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനെ ഗവേൺ ചെയ്തതും. ഭിന്നശേഷി മേഖലയിൽ മെയിൻ ആയിട്ടുള്ള ആക്ടുകൾ ഗവൺമെന്റ് സംവിധാനങ്ങളെയും അതേപോലെ തന്നെ സം എക്സ്റ്റെന്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെയും ഗവേൺ ചെയ്യും. ഇൻ അഡീഷൻ സെപ്പറേറ്റ് ആയിട്ടുള്ള നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ട ആക്ടുകൾ ഉണ്ട്. എല്ലാ രാജ്യങ്ങളും ഉള്ളതുപോലെ തന്നെ UN കൺവെൻഷൻ ഓൺ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണ് ഒരു മേജർ ആയിട്ടുള്ള ഏത് ആക്ടിന്റെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. കനേഡിയൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഉണ്ട്. അത് കുറച്ചുകൂടി ഒരു ലിബറൽ ആയിട്ടുള്ള ഭിന്നശേഷിക്കാർക്കും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ആക്ട് ആണ്. എംപ്ലോയ്മെന്റ് ഇക്വിറ്റി ആക്ട് ഉണ്ട്. അത് ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ജോലിക്കാണെങ്കിലും ഈക്വൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ. ആക്സസിബിലിറ്റി ആക്ട്, NS എന്ന് പറഞ്ഞത് നോവ സ്കോഷ്യ എന്നാണ്. ആക്സസിബിലിറ്റി ആക്ട് ആക്സസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണ്. സോഷ്യൽ അസിസ്റ്റൻസ് ആക്ട് സെർട്ടൻ ഭിന്നശേഷിക്കാര് അത് ശരിക്കും നമ്മുടെ നാട്ടിലെ പെൻഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും സോഷ്യൽ അസിസ്റ്റൻസ് ആക്ട് എന്നുള്ളത്. സോഷ്യൽ അസിസ്റ്റൻസ് സെർട്ടൻ ഇൻകത്തിൽ സെർട്ടൻ എമൗണ്ടിലേക്കാൾ കുറവ് ഇൻകം ആണെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് ഇൻകം അസിസ്റ്റൻസ് കൊടുക്കുന്ന രീതിയിൽ, ഭിന്നശേഷിക്കാർ അടക്കമുള്ളവർക്ക് ഇൻകം അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളൊരു ഇതാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പോളിസി പ്രൊവിൻഷ്യൽ ലെവലിൽ, ഓരോ സ്റ്റേറ്റ് ലെവലിലും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട്. എഡ്യൂക്കേഷൻ ആക്ടിൽ തന്നെ ഭിന്നശേഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫെഡറലിൽ തന്നെ നമ്മുടെ ഇപ്പം കേരളത്തിലെ സെൻട്രൽ ഗവൺമെന്റിന്റെ RPWD ആക്ടിനെ ഫോളോ ചെയ്തുകൊണ്ട് കേരള സ്റ്റേറ്റിൽ ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഉണ്ട്. കാനഡ റവന്യൂ ഏജൻസി കുറെ കാര്യങ്ങൾ ഭിന്നശേഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഡിസബിലിറ്റി ടാക്സ് ക്രെഡിറ്റ്, ഭിന്നശേഷിക്കാർക്ക് അവരുടെ ഫാമിലിക്ക് വേണ്ടി ടാക്സ് ക്രെഡിറ്റ്, അത്തരം സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ചോയ്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ആക്ടാണ് തീരുമാനിക്കുന്നത്. ഇതിൽ നോക്കേണ്ടത് പേഴ്സൺ ഡയറക്റ്റീവ് ആക്ട് ഭിന്നശേഷിക്കാർ മാത്രമല്ല, ഇവിടെയുള്ള സാധാരണ ആൾക്കാർ പോലും സ്ഥിരമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഫോർ എക്സാമ്പിള് നമുക്ക് തന്നെ അടുത്തൊരു ദിവസം എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കാം. മെന്റലി വീക്ക് ആവുകയോ അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ആവുകയോ സംഭവിക്കുകയാണെങ്കിൽ, മെന്റലി സ്ട്രോങ് അല്ലെങ്കിൽ നമ്മുടെ തീരുമാനം അത് വിവിധ വിഷയങ്ങളിൽ, നമ്മുടെ കെയർ, ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരാണ് തീരുമാനം എടുക്കാൻ അതോറിറ്റി എന്നുള്ളത് സാധാരണ ആൾക്കാർ തന്നെ ചെയ്യാറുണ്ട്. അത് സാധാരണക്കാർ തന്നെ ഹൈലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സൺ ഇൻ കെയർ, റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഹോമുകളിൽ ഉള്ള ആൾക്കാരുടെ മെയിൻലി എടുക്കാൻ ബുദ്ധിപരമായിട്ട് കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിന് അഡൾട്ട് പ്രൊട്ടക്ഷൻ എന്നാണ് പറയുക. എന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു ടീമാണ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഒരു കെയർ ഹോമിൽ, ഒരു റെസിഡൻഷ്യൽ സെറ്റിംഗ്സിൽ ആ ഒരു പാർട്ടിസിപ്പന്റിന് ഏതെങ്കിലും രീതിയിൽ സ്വന്തമായിട്ട് പരാതി ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിസിപ്പന്റിന് ഏതെങ്കിലും രീതിയിൽ ഇൽ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ള വേറൊരാൾ കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ അഡൾട്ട് പ്രൊട്ടക്ഷൻ ആയിരിക്കും ഇൻവോൾവ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചൈൽഡ് ആൻഡ് ഫാമിലി, ഇതിലെല്ലാം ഓവർലാപ്പിംഗ് വരാറുണ്ട്. സെയിം ഒരു
ചൈൽഡ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഒരു ഫാമിലി കോണ്ടെക്സ്റ്റിൽ ഒരു കുട്ടി സേഫ് ആയിട്ട് താമസിക്കാൻ പറ്റില്ല, ടോർച്ചർ ചെയ്യപ്പെടുക എന്നുള്ളതാണെങ്കിൽ ആ കുട്ടിയെ ഫാമിലിക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് വേറെ ഫോസ്റ്റർ ഫാമിലിയുടെ അടുത്ത് കൊണ്ടുപോയി താമസിപ്പിക്കാനും വീണ്ടും ഈ ഫാമിലിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇതേ വിഷയം തന്നെ ഭിന്നശേഷി കുട്ടികളാവുമ്പോഴും അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള അഡീഷണൽ ആയിട്ട് സപ്പോർട്ട് സംവിധാനങ്ങളുണ്ട്. കണ്ടിന്യൂയിങ് കെയർ 65 വയസ്സ് കഴിഞ്ഞ് പേഴ്സണൽ കെയർ ആവശ്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആക്ട് ആണ്. ഏറ്റവും ജനറൽ ആണ് പറയുന്നത്. നോൺ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് ഉണ്ട്, സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ഉണ്ട്, CSR ആയിട്ട് ബന്ധപ്പെട്ട ആക്ടുകളുണ്ട്. അത് കൂടുതലായിട്ട് പോകുന്നില്ല. റീഹാബിലിറ്റേഷൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ഇന്റർ പ്രൊഫഷണൽ കൊളാബറേഷൻ ആണ്. അതൊരു വിത്തിൻ സെറ്റിങ്സ് മാത്രമല്ല, അതിനേക്കാൾ ഉപരി അതുമായിട്ട് ഗവേൺ ചെയ്യുന്നത് കുറെ റൂൾസും ആക്ടുകളും ഗവൺമെന്റ് സംവിധാനങ്ങളും ഉണ്ട്. അതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ആണ് ശരിക്കും. അതില് ഫസ്റ്റ് പോയിന്റ്, ഫെഡറൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലോസ് പ്രൊട്ടക്ട് റൈറ്റ്സ് ഓഫ് പേഴ്സണൽ ഡിസബിലിറ്റീസ് ആൻഡ് അതർ ആൻഡ് ഓഫേഴ്സ് വേരിയസ് ബെനിഫിറ്റ്. ലെജിസ്ലേഷൻസ് ഇൻഫ്ലുവൻസ് സർവീസ് ഡെലിവറി ഓഫ് ദ ഫണ്ടിങ്. മെയിൻലി ഫെഡറൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് ഭിന്നശേഷികളായിട്ട് ബന്ധപ്പെട്ട സർവീസുമായിട്ട് ബന്ധപ്പെട്ട റൂൾസും സ്കീംസും ഡിസൈൻ ചെയ്യുന്നത്. ഇന്റർപേഴ്സണൽ ടീംസ് സോൾവ് കോംപ്ലക്സ് സോഷ്യൽ ഇഷ്യൂസ്, ദാറ്റ്സ് സെയിം തിങ്. അതിൽ റിഹാബ് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടുള്ള ആൾക്കാരുണ്ടാവാം. അതേപോലെ തന്നെ മറ്റ് നേരത്തെ പറഞ്ഞ അഡൽട്ട് പ്രൊട്ടക്ഷന്, ചൈൽഡ് ആൻഡ് ഫാമിലി വെൽബീങ്, കണ്ടിന്യൂയിങ് കെയർ, അത്തരത്തിൽ ഏജൻസികൾ തമ്മിലുള്ളൊരു കൊളാബറേഷൻ ഉണ്ടാവാം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ വേണമെങ്കിൽ ഒരു സ്കൂൾ വേണമെങ്കിൽ പറയാം. ഇൻക്ലൂസീവ്, മോസ്റ്റ്ലി ഇവിടെ ഇൻക്ലൂസീവ് സ്കൂളാണ്, സ്പെഷ്യൽ സ്കൂൾ സംവിധാനങ്ങളില്ല. ആ ഒരു സ്കൂളില് ഫോർ എക്സാമ്പിൾ ഒരു ഷാഡോ ടീച്ചർ പോലുള്ള ഒരു സംവിധാനം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യും. ആ ഒരു സ്കൂൾ സെറ്റിംഗ്സ് തന്നെ ഏതെങ്കിലും ഒരു ചെറിയ ക്ലാസ് റൂമിൽ അവിടെ സ്പെഷ്യൽ നീഡ് വേണ്ട കുട്ടികൾക്കുള്ള സംവിധാനം ഉണ്ടാവും. ആ ഒരു ഷാഡോ ടീച്ചർ ചില സമയങ്ങളിൽ ആ ക്ലാസ്സുകളിൽ കൊണ്ടുവന്നിട്ട് എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കും. എല്ലാ സമയങ്ങളൊക്കെ ആ ഒരു ഭിന്നശേഷി കുട്ടിയും ആ സ്കൂൾ സംവിധാനങ്ങളിലൊക്കെ കൊണ്ടുപോകും. സെയിം സമയത്ത് ആ കുട്ടിക്ക് വേണ്ട റീഹാബിലിറ്റേഷൻ സപ്പോർട്ട് മൊത്തം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും കൊടുക്കുക. ഫോർ എക്സാമ്പിൾ വാക്കർ, വീൽ ചെയർ, ഇനി അവരെ ടോയ്ലറ്റിൽ വേണ്ട എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ AAC സംവിധാനങ്ങള്, അത്തരം സംവിധാനങ്ങള് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും കണക്ട് ചെയ്ത് കൊടുക്കുക. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനമായിരിക്കും അവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ. അഡ്വക്കേറ്റ് ഫോർ ക്ലയന്റ് വോയിസ് ഇൻ ടീം ഡിസിഷൻ എപ്പോഴും അത് എനിക്ക് തോന്നുന്നു കോമൺലി നമ്മൾക്ക് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആ ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ പേഴ്സണിന് എന്താണ് വേണ്ടതെന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഏത് ഡിസിഷനും എടുക്കാറുള്ളത്. ലാസ്റ്റ് പോയിന്റ്, ഒരു സോഷ്യൽ വർക്ക് എന്റെ ഒരു റോളിന്റെ പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ടാണ്. സോഷ്യൽ വർക്കേഴ്സ് എന്നുള്ളത് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫീൽഡാണ്. ഇത്തരം അധിക രാജ്യങ്ങളിലും ലൈസൻസ് വേണം സോഷ്യൽ വർക്ക് എന്നുള്ള സാധനം ഉപയോഗിക്കണമെങ്കിൽ. ആ സോഷ്യൽ വർക്കേഴ്സ് ആണ് ഈ സംവിധാനങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്കൂളിൽ നമ്മളെ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യങ്ങളോ അല്ലെങ്കിൽ കൺസേൺസോ ഉണ്ടെങ്കിൽ സ്കൂളിൽ സോഷ്യൽ വർക്കർ ഉണ്ടാവും. ചിൽഡ്രൻസിന്റെ ഹോസ്പിറ്റലുകളിൽ സോഷ്യൽ വർക്കർ ഉണ്ടാവും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ഭിന്നശേഷി ആയിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ ഒരു സോഷ്യൽ വർക്കർ ഉണ്ടാവും. അപ്പൊ നമ്മളെ കുട്ടിക്ക് ഒരു വീൽ ചെയർ വേണം എന്നുള്ളത് ഹോസ്പിറ്റലിൽ തരികയാണെങ്കിൽ ആ സോഷ്യൽ വർക്കറും കണക്ട് ചെയ്തിട്ട് അതിന് വേണ്ട പോസിബിൾ ആയിട്ട് രീതിയിൽ സഹായങ്ങളും അല്ലെങ്കിൽ സ്കീമുകളും ആക്സസ് ചെയ്യുകയാണ് ചെയ്യാൻ. അപ്പൊ സോഷ്യൽ വർക്കർ ആണ് ഈ ഒരു എല്ലാ സംവിധാനത്തിലും ഒരു കണക്ടിങ് ആയിട്ടുള്ള ഒരു റോളിൽ ഇരിക്കുന്ന ഒരു പ്രൊഫഷൻ ഉള്ളത്. ഓർഗനൈസേഷൻ, ഭിന്നശേഷി മേഖലയിലെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനും നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട്. ഗവൺമെന്റ് ബോഡീസ് ആണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഗവൺമെന്റ് ബോഡീസ് അല്ലാതെ തന്നെ ലിവ്ഡ് എക്സ്പീരിയൻസ് ഉള്ള, ഫോർ എക്സാമ്പിൾ വോയിസ് ഓഫ് ഡിസേബിൾഡ്, പരിവാർ, ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്, ബ്ലൈൻഡ് ഫെഡറേഷന്, അത്തരത്തിലുള്ള അതേപോലെയുള്ള ലിവ്ഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ തന്നെ ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയുള്ള അത്തരം ഓർഗനൈസേഷനൊക്കെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ 0 ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത്. അൺലൈക്ക്
കേരള. നമ്മള് പലപ്പോഴും നമ്മുടെ നാട്ടിലെ അടുത്തൊരു ലെവൽ ഓഫ് ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു ചലഞ്ച് ആയിട്ടല്ല, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റക്ക് ആയിട്ട് കിടക്കുന്ന ഒരു ഫേസ് ആയിട്ട് തോന്നാറുള്ളത് ഭിന്നശേഷി മേഖലയിൽ ഓർഗനൈസേഷനാണ്. പ്രത്യേകിച്ച് അവർക്ക് അടുത്തൊരു ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ലിമിറ്റേഷൻ, പല രീതിയിൽ ലിമിറ്റേഷൻ ഉണ്ട്. അവർ റോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയല്ല, ലിമിറ്റേഷൻ ഉണ്ട്. പല രീതിയിലും അവർ പൊളിറ്റിക്കലി അഫിലിയേറ്റഡ് ആയതുകൊണ്ട്. ഇവിടെ ഓർഗനൈസേഷൻ ഉണ്ട്. ഓർഗനൈസേഷൻ എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കണം. തട്ടിക്കൂട്ടി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അവരുടെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് മാൻഡേറ്ററിലി പബ്ലിക് ബോർഡ് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം. അതിന് പബ്ലിക്കായിട്ട് നോട്ടീസ് വിളിച്ച ആൾക്കാർ അപേക്ഷ കൊടുത്തിട്ട് തന്നെ ചെയ്യണം. അവർ ഓഡിറ്റിംഗ് മറ്റു കാര്യങ്ങൾ ചെയ്യണം. ഞാൻ വന്ന സമയത്ത് തന്നെ ഞാൻ അതേപോലെ ഇൻക്ലൂഷൻ നോവാ സ്കോഷ്യ, ഡിസബിലിറ്റി റൈറ്റ് കോയിലീഷൻ, കുറെ 2-3 ഓർഗനൈസേഷന്റെ ബോർഡ് മെമ്പർ ആയിരുന്നു. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആ ബോർഡിൽ തീരുമാനം എടുക്കാൻ പറ്റും. ഓർഗനൈസേഷന് ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കുകയും ചെയ്യും, അതേപോലെ തന്നെ ഗവൺമെന്റിന് കൂടെ വർക്ക് ചെയ്യുകയും ചെയ്യും. തേർഡ്, ന്യൂ കമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ഓർഗനൈസേഷനും ഉണ്ട്. സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഭിന്നശേഷി വീൽ ചെയർ കൊടുക്കുന്നത് ഗവൺമെന്റ് തന്നെ, ഗവൺമെന്റ് ഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം വീൽ ചെയറിനായിട്ടൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെഷൻ ഉണ്ടാകുന്നതിന് പകരം പല സാധനങ്ങളും അത് ഗവൺമെന്റ് വേറെ ഏജൻസികൾ, ഒരു ഏജൻസിയാണ്, 1-2 ഏജൻസികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടാവുക. അവർ ഫണ്ട് ചെയ്യാണ് ചെയ്യുക. ഇനി നോർമൽ ആയിട്ടുള്ള 17 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള സർവീസ് കൊടുക്കുന്ന സ്കീമുകളൊക്കെ ആണെങ്കിൽ ആ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഓർഗനൈസേഷൻ ഉണ്ടാവും. മൊത്തം ഇവിടെയുള്ള പ്രൊവിൻസ് ഇപ്പം ഇൻഡിവിജ്വലൈസ്ഡ് ഫണ്ടിങ് എന്നുള്ളത് ഓരോ ആൾക്കാർക്കും അവർക്ക് വേണ്ട കൃത്യമായുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു 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 അംബീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്ടിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ അതിന് ഇൻഡിവിജ്വലൈസ്ഡ് ഫണ്ടിങ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഓർഗനൈസേഷൻസ് ഉണ്ടാവും. റെസിഡൻഷ്യൽ ഹോംസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വൊക്കേഷണൽ പ്രോഗ്രാംസിന് ഓർഗനൈസേഷൻ ഉണ്ടാവും. അപ്പൊ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഗവൺമെന്റ് സ്റ്റാഫ് ആയിരിക്കും. ഗവൺമെന്റ് മറ്റാൾക്കാരെ കൊണ്ട് ചെയ്യിക്കാണ് ചെയ്യുക. അവിടെ ട്രാൻസ്പെറന്റ് ആയിട്ടും അക്കൗണ്ടബിൾ ആയിട്ടും ചെയ്യാനുള്ള സംവിധാനങ്ങൾ, റൂൾസും ഉണ്ടാവും. ചില നെറ്റ്വർക്കുകൾ ഉണ്ട്. ഇൻക്ലൂഷൻ കാനഡ പോലെ ആ ഒരു ഓർഗനൈസേഷൻ കുറെ ഓർഗനൈസേഷന്റെ ഭാഗമായിരിക്കും. ഇൻക്ലൂഷൻ ഗവൺമെന്റ് മുനിസിപ്പാലിറ്റികളാണെങ്കിലും അതേപോലുള്ള മറ്റു ഓർഗനൈസേഷൻ ആണെങ്കിലും ഇൻക്ലൂഷൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു വിങ് ആയിട്ട് തന്നെ, ഒരു അജണ്ട ആയിട്ട് തന്നെ ആ ഓർഗനൈസേഷൻസിന് ഉണ്ടാവും. ന്യൂക്കമർ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ന്യൂക്കമർ ആയിട്ടുള്ള, ഇപ്പൊ ഞാനൊക്കെ എന്റെ ഒരു ന്യൂക്കമർ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ഗവൺമെന്റ് സംവിധാനങ്ങളിൽ എന്തൊക്കെ കിട്ടും, അവൈലബിൾ ആണെന്നുള്ളത് ആ ഒരു നോളജ് ലിമിറ്റഡ് ആയിരിക്കും പല ആൾക്കാർക്കും. ലാസ്റ്റ് പോയിന്റ് നേരത്തെ പറഞ്ഞ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ട്രാൻസ്പെറന്റ് ആണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് ഇത് സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നു, ഇത് ഡീറ്റെയിൽ ആയിട്ട് ആ സാധനങ്ങൾ ഇട്ടതാണ്. ന്യൂക്കമർ ഫാമിലി ഇതും ഇനി ഒരു ഫെഡറൽ തലത്തിലുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ് ഈ റീഹാബിലിറ്റേഷൻ എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിൽ നിന്നോട്ട് മാത്രമല്ല പറയുന്നത്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഓവറോൾ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് എന്നുള്ളതാണ് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യുന്ന പ്രോഗ്രാം ഡയറക്റ്റ് ഫാമിലി സപ്പോർട്ട് ഫോർ ചിൽഡ്രൻ എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ 18 വയസ്സാകുന്നത് വരെ ഫാമിലി തന്നെയാണ് ഫാമിലി അറ്റ്മോസ്ഫിയറിൽ തന്നെ നോക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. റെസിഡൻഷ്യൽ ആയിട്ടുള്ള സ്കൂളുകളില്ല, ഹോംസുകളില്ല, ഫാമിലി അറ്റ്മോസ്ഫിയറിൽ തന്നെ നിർത്തണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്. പക്ഷെ ആ ഒരു സമയത്ത് ഗവൺമെന്റ് ആ കുട്ടികളെ പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ഗവൺമെന്റ് എലിജിബിലിറ്റിക്ക് അനുസരിച്ച് കൊടുക്കുന്നതാണ്. അവരുടെ പ്രത്യേകിച്ച് ആ കുട്ടിക്ക് റെസ്പൈറ്റ് എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വൈകുന്നേരങ്ങളിൽ കുട്ടി സ്കൂളിൽ നിന്ന് വിട്ടു വന്നിട്ട് അല്ലെങ്കിൽ വീക്കെൻഡിൽ ഒരു ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റിന് പോകാൻ, അത്തരം സാധനങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഫാമിലിക്ക് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഫണ്ട് കൊടുക്കും. ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്കൊരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ പേ ചെയ്യാം. ആ ഒരു എമൗണ്ട് നമുക്ക് നമ്മളായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള യോഗ്യതയുള്ള ആൾക്കാർക്ക് കൊടുക്കാം. പേഴ്സണലി നമുക്ക് വന്ന സമയത്ത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഒരു ചൈൽഡ് ഡിസേബിൾഡ് ആണ്, സ്പെഷ്യൽ നീഡ് ആണെന്നുള്ളത് കൊണ്ട് നമ്മുടെ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെക്ക് ആവരുത് എന്നുള്ളൊരു ഗവൺമെന്റ് അപ്രോച്ചാണ്. കാരണം അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഓപ്പർച്യൂണിറ്റീസും പല കാര്യങ്ങളും മിസ്സാവും. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഫ്ലെക്സി ഇൻഡിവിജ്വലൈസ്ഡ് ഫണ്ടിങ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ആ കുട്ടിക്ക് സ്വന്തം ഫാമിലിയിൽ വേണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീട്ടിൽ പോയിട്ട്
ഒരുമിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ നിൽക്കും. അതിനാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതൊരു ഗവൺമെന്റ് ഫണ്ട് ചെയ്യും. അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഫണ്ട് ചെയ്യും. ഫ്ലക്സ് തരത്തിലെത്തുമ്പോഴത്തേക്കും ഒരു അതിനുവേണ്ട ചെലവുകളൊക്കെ ഒരു ബഡ്ജറ്റ് പോലെ രൂപത്തിലാക്കിയിട്ടുണ്ടായിട്ടാണ് കൊടുക്കുക. ആൾട്ടർനേറ്റീവ് ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ള ഐഡിയ ആയിട്ടാണ് തോന്നുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ വേറൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് ഫാമിലിക്കും പോലെ AFS ഫാമിലി എന്നാണ്, ആൾട്ടർനേറ്റീവ് ഫാമിലി സപ്പോർട്ട് ഫാമിലി എന്നുള്ളതാണ്. ആ ഫാമിലിക്ക് ആ ഒരു കുട്ടിയെ നോക്കാനുള്ള ഓപ്ഷനാണ്. അപ്പൊ ഒരു AFS ഫാമിലിയിൽ തന്നെ 2 3 കുട്ടികളുണ്ടാവും. അതിന് കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷൻ പ്രൊസീജിയറും റൂൾസും ഒക്കെ ഉണ്ട്. ആ ഒരു ഫാമിലി വഴി വേറൊരു ഫാമിലിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നു. ചിലപ്പോൾ അവിടെ തന്നെ താമസിക്കുകയും ചെയ്യും. 18 വയസ്സ് കഴിഞ്ഞ് കുട്ടികളാണെങ്കിൽ മാറി നിൽക്കുന്ന ഒരു കൾച്ചറിൽ ഒരു രാജ്യമാണ്. അപ്പൊ ആ ഫാമിലിക്ക്, ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ടുകൾ AFS ഫാമിലി വഴി, ഫോസ്റ്ററിംഗ് എന്നല്ല, ഫോസ്റ്ററിംഗ് വേറെ കൺസെപ്റ്റ് ആണ്. AFS ഫാമിലി വഴി ആയിരിക്കും ഗവൺമെന്റ് കൊടുക്കുക. ഫോർത്ത് പോയിന്റ്, ഇൻഡിപെൻഡന്റ് ലിവിംഗ് സപ്പോർട്ട് എന്നുള്ളത് അഗ്രസീവായിട്ട് ഗവൺമെന്റ് പുഷ് ചെയ്യാണ്. ഇവിടെയും ഡൊമിനന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് നഴ്സിംഗ് ഹോം പോലെ ഭിന്നശേഷിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഹോമിൽ തന്നെ 10 പേര്, 10 മുതൽ 200 പേരൊക്കെയുള്ള വലിയ വലിയ ഫെസിലിറ്റികൾ ഉണ്ടായിരുന്നു. അത് ഇൻട്രസ്റ്റിംഗ്ലി ഇവിടെയുള്ള ഒരു 3 ഇതേപോലെ നഴ്സിംഗ് ഹോം പോലുള്ള ഒരു സംവിധാനങ്ങളിൽ താമസിച്ച 3 ഭിന്നശേഷിക്കാർ പോയിട്ട് പ്രൊവിൻസിനെതിരെ കേസ് കൊടുക്കുകയും ആ ഒരു കേസ് വിജയിക്കുകയും അവസാനം വിജയ തീരുമാനം, അത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള എക്സ്പേർട്ടുകളെ കൂടിയിട്ടാണ് ആ ഒരു കേസ് ഒരു കോടതിയുടെ തീരുമാനത്തിലും അതിന്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയത്. അതിന്റെ ഒരു വേർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ 2028 കൂടിയിട്ട് എല്ലാ റെസിഡൻഷ്യൽ ഹോമും ഷട്ട് ഡൗൺ ചെയ്യാന്നുള്ളൊരു കമ്മിറ്റ്മെന്റിലേക്ക് പ്രൊവിൻസ് എത്തിയിട്ടുണ്ട്. ഇതില് ഒരു ഇമ്പോർട്ടന്റ് തിങ് പറയുന്നത്, നമ്മൾ ഒരു ആള് ഗവൺമെന്റിനെതിരെ പോകുന്നു, കേസ് കൊടുക്കുന്നു, ഒരാൾ ജയിക്കുന്നു, ഒരാൾ പരാജയപ്പെടുന്നു, അങ്ങനെയല്ല വരിക. കോടതിയിൽ വിധി വന്നിട്ടുള്ളത് ഓക്കെ, സിസ്റ്റമാറ്റിക്കലി ഇത്തരം ആൾക്കാരെ ത്രൂ ഔട്ട് ദ പ്രൊവിൻസ് ഇത്തരം ആൾക്കാർ ഡിസ്ക്രിമിനേറ്റ് ആയിട്ടുണ്ട്. അടുത്ത വിത്തിൻ ഒരു 4 to 5 years കൃത്യമായിട്ട് ടൈം ഫ്രെയിമോട് കൂടിയിട്ട്, ഒരു ഫ്രെയിം വർക്കോട് കൂടിയിട്ട് നിങ്ങൾ രണ്ടുപേരും പാർട്ടീസ് ആയിട്ടുള്ള പ്രൊവിൻസും ഈ ഭിന്നശേഷിക്കാരും ഒരുമിച്ചിരുന്നിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി പ്രവർത്തിക്കുക എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐഡിയ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ 2020 ഞാൻ അതിന്റെ പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. 2028 കൂടിയിട്ട് റെസിഡൻഷ്യൽ ആയിട്ട് എല്ലാ സംവിധാനങ്ങളും ഷട്ട് ഡൗൺ ചെയ്യും. ഒരു യൂണിറ്റിൽ മാക്സിമം 3 ആൾക്കാർ മാത്രമുള്ള രീതിയിലേക്ക് മാറുകയാണ്. ശരിക്കും നമ്മള് ഇന്ത്യ പോലെ രാജ്യങ്ങൾ ആ ഒരു നഴ്സിംഗ് ഹോം ആ ഒരു സ്റ്റേജിൽ പോലും എത്തിയിട്ടില്ല. അത് കാരണം എല്ലാവരും വീടുകളിൽ തന്നെ കെയർ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഉള്ളത്. പല ആൾക്കാർക്കും വീടിന്ന് മാറി നിൽക്കാനുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെ പറ്റിയ സ്പേസുകളൊന്നും സപ്പോർട്ട് സിസ്റ്റംസ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അതിന്റെ റിവേഴ്സ് സ്റ്റേജിലേക്കാണ് വികസിത രാജ്യങ്ങൾ പോകുന്നത്. അത് കാനഡയിൽ ത്രൂ ഔട്ട് കാനഡ വെച്ച് നോക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന പ്രൊവിൻസ് മറ്റു പ്രൊവിൻസിനെക്കാട്ടും ബാക്കിലാണ് എന്നാണ് എന്റെ മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് ലീഡിംഗ് അല്ല, മറ്റു പ്രൊവിൻസുകൾ ചെയ്തതിന് ശേഷമാണ് ഈ പ്രൊവിൻസ് പോകുന്നത്. ഈ ഒരു കേസിൽ തന്നെയാണ് ഒരു 200 CR റുപ്പീസ് സംതിങ് ഇതില് നഴ്സിംഗ് ഹോമുകൾ സ്റ്റെക്ക് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടാത്ത ആൾക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കണം എന്നുള്ള ഒരു വിധി അടക്കം കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ളത്. അതിനാണ് ഈ ഹ്യൂമൻ റൈറ്റ് റെമഡി എന്നുള്ളതാണ് മൊത്തം കേസിനെ കുറിച്ച് പറയുന്നത്. ടെമ്പററി ഷെൽട്ടർ അറേഞ്ച്മെന്റ് എന്നുള്ളത് പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനും കൂടി ഇൻവോൾവ് ചെയ്യുന്ന തരത്തിലുള്ള കേസുകളാണ്. ഫോർ എക്സാമ്പിൾ, അത് കുട്ടികളാവാം, അഡൾട്ട് ആവാം. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കേസ് വരികയും അവർക്ക് വീട്ടിൽ നോക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലില് 3 മാസം 4 മാസമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ വിഷയങ്ങൾ കൊണ്ട് അഡ്മിറ്റ് ആവുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ കാര്യമായിട്ട് ഇനി പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ബാക്കിയില്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് പോവാനോ സപ്പോർട്ടോട് കൂടിയിട്ട് പോവാനോ പറ്റിയ ഒരു സംവിധാനം ഇല്ലെങ്കിൽ ടെമ്പററി ഷെൽട്ടർ അറേഞ്ച്മെന്റ് എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഒരു 2 സ്റ്റാഫ് 24 മണിക്കൂറും ഉള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന 2 സ്റ്റാഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഡേ ടൈമിൽ 2 സ്റ്റാഫും നൈറ്റ് 1 സ്റ്റാഫ് ഉള്ള രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റിനാണ് പറയുന്നത്. അത് ഇല്ലീഗലാണ്, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള വാർത്തകളും റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഗവൺമെന്റ് ഏതെങ്കിലും രീതിയിൽ ഒരു ഭിന്നശേഷിക്കാരന് പ്രൊട്ടക്ഷന് കമ്മ്യൂണിറ്റിയിലോ ഹോസ്പിറ്റലിലോ ചലഞ്ചഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് വരികയാണെങ്കിൽ അയാളെ നമ്മൾ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഏജൻസിക്ക് കൊടുക്കുകയും ഗവൺമെന്റിന് കംപ്ലീറ്റ്ലി ഫണ്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു എമൗണ്ട്, ഫണ്ടിങ്ങിന്റെ എമൗണ്ട് ഒക്കെ ശരിക്കും കേട്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോ. അറൌണ്ട് പെർ ഡേ തന്നെ $5,000 to $6,000 കൊടുത്തുകൊണ്ട്
ഒരു കൊടുത്തുകൊണ്ടുള്ള സ്കീമാണ്. ഒരു മാസം തന്നെ 1.5 ലക്ഷം ഒക്കെ $2 ലക്ഷം ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഒരു ഭിന്നശേഷിക്കാരനെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഒരിക്കലും ബേർഡൻ ഫാമിലിയുടേതല്ല എന്നുള്ളതാണ് കീ ആയിട്ടുള്ളൊരു ഫാക്ടർ. പറഞ്ഞു ഡേ പ്രോഗ്രാം വൊക്കേഷണൽ ഇവിടെ ഇത്തരം രാജ്യങ്ങളിലാണെങ്കിലും വൊക്കേഷണൽ ആയിട്ട് ട്രെയിനിങ് കാര്യങ്ങൾ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് 0 ആണ്. എല്ലാം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് ചെയ്യുന്നത്. പക്ഷെ ഏത് രീതിയിലാണെങ്കിലും അവിടേക്കുള്ള ട്രാവൽ എക്സ്പെൻസ് ആണെങ്കിലും ഒക്കെ ഗവൺമെന്റ് ഫണ്ടിങ്ങിലൂടെയാണ് ചെയ്യുന്നത്. വൊക്കേഷനിൽ നിന്ന് എംപ്ലോയ്മെന്റിലേക്ക് പോകുന്നത് സ്റ്റിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇവിടെയും ഒരു ചലഞ്ചിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പല ആൾക്കാർക്കും ജോലിയെ കുറിച്ചുള്ള കൺസേൺ പറയുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് ഇൻക്ലൂഷൻ എന്നുള്ളത് ചൈൽഡ് കെയർ ഇൻക്ലൂസീവ് ആക്കാനുള്ള നമ്മുടെ നാട്ടിലെ ഈ അംഗനവാടികള് ഇൻക്ലൂസീവ് അംഗനവാടികൾ മോഡൽ അംഗനവാടികൾ കൊണ്ടുവന്നതുപോലെ തന്നെ എല്ലാ അംഗനവാടികളും ഒരു ഇൻക്ലൂസീവ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സ്കൂളുകൾ ഇൻക്ലൂസീവ് ആണ്. സെപ്പറേറ്റ് ആയിട്ട് ഒരു ലേണിംഗ് സെന്റർ ഉണ്ടാവും. ഇതൊക്കെ മെയിൻലി ഫിസിക്കലി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബ്ലൈൻഡ്, ഹിയറിംഗ് ഇമ്പയർഡ്, വിഷൻ വിഷയങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് മറ്റു രീതിയിലുള്ള സംവിധാനങ്ങൾ അവര് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി മറ്റ് കോമൺ ആയിട്ട് സംവിധാനങ്ങൾ തന്നെയാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. ഇൻഷുറൻസ് ഇൻക്ലൂസീവ് ആണ്. മുനിസിപ്പൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റിക്രിയേഷന് കൂടുതലായിട്ട് റെലവൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാ സമ്മറിലും എല്ലാ കുട്ടികൾക്കും റിക്രിയേഷൻ പ്രോഗ്രാം ഉണ്ടാവും. അതിൽ തന്നെ ഭിന്നശേഷി കുട്ടികൾക്കും ഒരു 3 വീക്സ് ഒക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാവും. ഇങ്ങനെ കുറെ കളികളും കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഒക്കെ ആയിട്ട് അതിൽ ഇൻക്ലൂസീവ് അത് അവർക്കൊന്നും സെപ്പറേറ്റഡ് ആയിട്ടല്ല. സാധാരണ കുട്ടികളെ കൂടെ തന്നെ ഇത്തരം കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റും. അതിനൊരു ഇൻക്ലൂഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ആളുണ്ടാവും. നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് അഡ്വക്കസി ഫോർ എക്സാമ്പിൾ ഇൻക്ലൂഷൻ നോവാ സ്കോഷ്യ എന്നുള്ള ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് അഡ്വക്കസി പാർട്ണറാണ്. കമ്മ്യൂണിറ്റി കോളേജുകളിൽ നമ്മുടെ നാട്ടിലെ പോളിടെക്നിക് അല്ലെങ്കിൽ പാരൽ കോളേജ് സംവിധാനങ്ങളിൽ ഗവൺമെന്റ് തന്നെ ഭിന്നശേഷി മേഖലയായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഫർദർ ആയിട്ട് കുറച്ചൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അസസ്മെന്റ് ഒരിക്കലും ആ ഒരു അസസ്മെന്റ് എലിജിബിലിറ്റി മിസ്സായതാണ്. ആ ഒരു പ്രോഗ്രാമിൽ എലിജിബിലിറ്റി അസസ്മെന്റ് ഒരിക്കലും അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല. ഫോർ എക്സാമ്പിൾ കുട്ടികളാണെങ്കിൽ 17 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് സംവിധാനത്തിലെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റ് തന്നെ ഇപ്പൊ റിലാക്സ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ആദ്യം ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി എന്നുള്ള വാക്ക് നിർബന്ധമാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പൊ അതൊക്കെ റിലാക്സ് ചെയ്തുകൊണ്ട് ഗ്ലോബൽ ഡെവലപ്മെന്റ് ഇല്ല അല്ലെങ്കിൽ നമ്മൾ ഇൻടേക്കിൽ ഇരിക്കുന്ന സോഷ്യൽ വർക്കേഴ്സ് പലപ്പോഴും ചോദിക്കാറുള്ളത് അവർ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും 2 or more ഏരിയയിൽ ADL, IADL അത്തരം സംവിധാനങ്ങളെ നോക്കുന്നത് 2 or more ഏരിയയിൽ ലിമിറ്റേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കൊടുക്കണം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ഒബ്സർവ് ചെയ്താണ് ഹോർഡിംഗ് ഡിസോർഡർ മെന്റൽ ഹെൽത്ത് മേഖലയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കാം. സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് വീട്ടിലൊക്കെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തുകൊണ്ട് അതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷനാണ് അത്. ഞാൻ പറഞ്ഞ രീതിയിൽ അത്ര സിമ്പിൾ അല്ല. അതുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള മെന്റൽ ആയിട്ടുള്ള കൺസേൺസും ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈവൻ ഹോർഡിംഗ് ഡിസോർഡർ ഉള്ള ആൾക്ക് ഭിന്നശേഷിയായിട്ട് ബന്ധപ്പെട്ട സ്കീമിൽ എലിജിബിലിറ്റി കൊടുക്കാൻ പറ്റുമെന്നുള്ള ചോദ്യം ഉണ്ടാകും. അതുപോലും അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ നാഷണാലിറ്റി അത്തരം വിഷയങ്ങൾ സ്റ്റുഡന്റ് ആയിട്ട് വന്ന ഒരു ഫാമിലിക്ക് പോലും ആണെങ്കിൽ നമുക്ക് ഇത്തരം സ്കീമുകൾ എലിജിബിലിറ്റി ആണ്. ഫിനാൻസ് എന്നുള്ളത് ഒരു ഈ ഒരു എലിജിബിലിറ്റിക്ക് ബാധിക്കുകയില്ല. ഇത് നമ്മൾ നാട്ടിൽ വേഗം കണക്ട് ചെയ്ത് പറയേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഭിന്നശേഷി പെൻഷൻ ചില സമയങ്ങൾ ഒഴിവാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. സെർട്ടൻ വണ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് വലുതാണെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി AC ഉണ്ടെങ്കിൽ അത്ര അപ്പം ഓൾറെഡി ഉള്ള അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അത്തരം സാധനങ്ങൾ ഈ ഒരു വിഷയങ്ങൾക്ക് നോക്കുകയില്ല. എന്തെങ്കിലും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ പോലും അത് ഇൻകം ആയിട്ട് കൂട്ടില്ല. ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ കിട്ടുകയാണെങ്കിലൊക്കെ മാത്രമാണ് പലപ്പോഴും അത് ഇൻകത്തിലേക്ക് കൂട്ടുക. അതും ആ സ്കീം ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് $1 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്തു. ആ
അവരുടെ പാരന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തു. അതിന്ന് ഫോർ $1,000 അവർക്ക് മന്ത്ലി ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ആ $1,000 സെയിം സമയത്ത് ആ പേഴ്സണിന് $10,000 മാസം അവന്റെ സപ്പോർട്ടിനും ഈ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു 10,000 പേഴ്സണൽ കെയർ അവന്റെ കെയർ പ്ലാനിൽ നിന്ന് ആ ഒരു 1,000 കുറയ്ക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അവരൊരു $1,00,000 ഡെപ്പോസിറ്റ് ഉണ്ട്. അതിന് $1,000 ആണ് മാസം അവന് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്, അല്ലെ $500 ആണ് കിട്ടുന്നത്. അത് അവന്റെ കെയറിന് മന്ത്ലി വേണ്ട എമൗണ്ടിൽ നിന്ന് ആ ഒരു എമൗണ്ട് കുറയ്ക്കുകയുള്ളൂ. അവന് ഇൻവെസ്റ്റ്മെന്റോ അല്ലെ റിട്ടേണോ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് അവന് ആ ഒരു പേഴ്സണ് ഇനെലിജിബിൾ ആക്കൂല. കേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് ഓൺലൈൻ ആയിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെന്റ് തലത്തിലൊക്കെ ആണെങ്കിലും ഓൺലൈൻ ആയിട്ടുള്ള കേസ് ഐ ഡി കൊടുത്തൊക്കെയുള്ള കേസ് മാനേജ് സിസ്റ്റം ഉണ്ട്. എപ്പോഴാണെങ്കിലും നമുക്ക് നോക്കിയിട്ട് കെയർ കോർഡിനേറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് നോക്കാൻ പറ്റും. കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായിട്ട് ഡയറക്റ്റ് വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കും, കെയർ കോർഡിനേറ്റേഴ്സ് ആയിരിക്കും. ഒരു കെയർ കോർഡിനേറ്റേഴ്സിന് ഒരു 30 to 40 കേസ് ഉണ്ടാവും. അതിൽ തന്നെ അസസ്മെന്റിനായിട്ട് സെപ്പറേറ്റ് ഇൻടേക്ക് വരുന്ന സമയത്ത് അവർ ഓൺബോർഡ് ചെയ്യാൻ വേറെ ടീമായിരിക്കും. ഓൺബോർഡ് ചെയ്തതിനു ശേഷം മാനേജ്മെന്റ് വേറെ ആയിരിക്കും. കേസ് കോർഡിനേറ്റേഴ്സിന്റെ മുകളിലായിട്ട് സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. ഒരു സൂപ്പർവൈസേഴ്സിന് ഒരു 5-10 കെയർ കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. സൂപ്പർവൈസേഴ്സിന്റെ മുകളിലായിട്ട് സർവീസ് ഡെലിവറി മാനേജർ. അപ്പൊ ഒരു ഒരു HR കമ്പനിയിൽ നടക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയുള്ള ഒരു ഹൈറാർക്കിയും കാര്യങ്ങളും ഉണ്ടാവും. ഹൈറാർക്കി പറഞ്ഞാൽ ഗവേണൻസ് ഹൈറാർക്കി. അവർക്കായിട്ടുള്ള ഫിനാൻഷ്യലി ഉള്ള അപ്രൂവൽ ലിമിറ്റുകൾ ഉണ്ടാവും. സൂപ്പർവൈസേഴ്സിന്റെ ഒരു പാരലൽ ആയിട്ടുള്ള സിസ്റ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ റോളിലെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കെയർ കോർഡിനേറ്റേഴ്സിന് $800 വരെയൊക്കെ ആയിരിക്കും അപ്രൂവൽ അതോറിറ്റി ഉണ്ടാവുക. അതിന് മുകളിലായിട്ട് സൂപ്പർവൈസേഴ്സിന് 2,000 വരെ, $2,000 ടു എബോവ് എത്ര വേണമെങ്കിലും സ്പെഷ്യലിസ്റ്റിന് അപ്രൂവ് ചെയ്യാൻ പറ്റും വിത്ത് കൺസൾട്ടേഷൻ ഓഫ് ഡയറക്ടർ. അപ്പൊ അങ്ങനത്തെ ഒരു ഹൈറാർക്കി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ തന്നെ വെച്ച് നോക്കുമ്പോൾ ലോങ് ടേം ആയിട്ടുള്ള ഭിന്നശേഷി മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു അംബീഷൻ ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു വിഷൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭിന്നശേഷിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഉണ്ട് എന്നുള്ളതാണ്. അത് ലോങ് ടേം ആയിട്ട് ഏത് ഗവൺമെന്റ് വരികയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആവാത്ത രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. ടെക്നോളജി ഇന്റഗ്രേഷൻ, നേരത്തെ പറഞ്ഞ പോലെ റിഹാബിലിറ്റേഷൻ ആസറ്റില് എക്യുപ്മെന്റ്സും മറ്റു കാര്യങ്ങളും കുറെ അഡ്വാൻസ്ഡ് ആയിട്ടില്ല. പക്ഷെ ടെക്നോളജി ഇത്തരം പ്രൊസീജിയറിലൊക്കെ കുറെ ടെക്നോളജികൾ ഉണ്ട്. കാര്യങ്ങളൊക്കെ ടെക്നോളജി പല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കൊളാബറേഷൻ, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള കൊളാബറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിട്ട് ക്ലിയർ പോളിസി ഉണ്ട്. പോളിസി ലാസ്റ്റ് 2 മിനിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്ലെക്സിബിലിറ്റി ടു സപ്പോർട്ട് ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി ടു സപ്പോർട്ട് എന്ന് പറയുന്നത് എത്രത്തോളം ഇപ്പം ആസ് എ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എപ്പോഴും റിക്വസ്റ്റ് നമുക്കാണ് വരിക. ഫോർ എക്സാമ്പിൾ ഒരു സ്പെഷ്യൽ ഒരു ഇവന്റിൽ ഒരാൾക്ക് ഒരു മ്യൂസിക് ഇവന്റിൽ പോകണം, ഒരു ഭിന്നശേഷിക്കാരന് ആ ഫണ്ട് കൊടുക്കാൻ പറ്റില്ല. പോളിസിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു സാധനം ഉണ്ടാവില്ല. അപ്പൊ ആസ് എ പോളിസി സ്പെഷ്യലിസ്റ്റ് നമുക്കത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അപ് ടു ദ എക്സ്റ്റെന്റ് എന്ന് പറയുകയാണെങ്കിൽ ചില കാര്യങ്ങൾ പോളിസിയിൽ തന്നെ ഉണ്ട്. അപ്പം ഒരു ഭിന്നശേഷിക്കാരി പ്രഗ്നന്റ് ആണ്. ആ കുട്ടിയുടെ പ്രഗ്നന്റ് ആയത് മുതൽ ആ കുട്ടിക്ക് 2 വയസ്സാകുന്നവരുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ള സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പം സെക്ഷൽ ടോയ്സ് ഒരു ആവശ്യമായിട്ട്, അല്ലെങ്കിൽ അത് ഇല്ലാത്തത് കൊണ്ട് ബിഹേവിയറൽ ആയിട്ട് ഇഷ്യൂസ് വരുന്ന ഒരു ഭിന്നശേഷിക്കാരനുണ്ടെങ്കിൽ ആ സെക്ഷൽ ടോയ്സ് അപ്രൂവ് ചെയ്യാനുള്ള ലിമിറ്റ് പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഫ്രീഡം നമുക്ക് ഉണ്ട്. അപ്പം ആ ഒരു ഫ്ലെക്സിബിലിറ്റി പറഞ്ഞാൽ ആ ഭിന്നശേഷിക്കാരന്റെ വെൽബീയിങ്ങിന് സേഫ്റ്റിക്കും വേണ്ടിയിട്ട് കെയറിനും വേണ്ടിയിട്ടുള്ള ഏത് രീതിയിലുള്ള സാധനങ്ങളും അപ്രൂവ് ചെയ്ത് പോകാനുള്ള പ്രൊവിഷൻസ് ഇൻബിൽറ്റ് ആയിട്ട് പോളിസിയിലും ഉണ്ട്. അതിൽ മാനേജ് ചെയ്യുന്ന പോളിസിയിൽ ഡിഫറെന്റ് റോൾസിനുണ്ട്. കൂടുതൽ നീട്ടുന്നില്ല. ടേക്ക് അവേ നമുക്ക് ആസ് എ റിഹാബ് പ്രൊഫഷണൽസ്, പ്രത്യേകിച്ച് തണലിനെ പോലെ അഗ്രസീവ് ആയിട്ട് ചെയ്യുന്ന ഒരു അതിന്റെ കീ ആയിട്ടുള്ള ആൾക്ക് നമുക്ക് എന്ത് എടുക്കാം എന്നുള്ളൊരു പോയിന്റ്സ് കൂടിയാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് തണലടക്കമുള്ള സംവിധാനം, നമ്മുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറും HR-ഉം തെറാപ്പിസ്റ്റുകളൊക്കെ ആണെങ്കിലും അത് നമ്മുടെ ഒരു അസറ്റാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു അസറ്റാണ്. ഫാമിലി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജുകളിലെ സംവിധാനങ്ങൾ സ്ട്രോങ് ആണ്. അത് വേണ്ട രീതിയിലുള്ള സ്റ്റാഫുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ടത് കേരള കോൺടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ പറഞ്ഞു നോക്കുമ്പോൾ വേണ്ടത് നമുക്ക് ലോങ് ടേം ആയിട്ടൊരു വർക്കിംഗ് പോളിസിയാണ് വേണ്ടത്. റൈറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ഉണ്ടെങ്കിൽ തന്നെയും അതൊരു ലാർജർ ആയിട്ടുള്ള ഒരു ഗൈഡിംഗ് ഡോക്യുമെന്റ് ആണ്. അതിനപ്പുറത്തേക്ക് ഇൻഡിവിജ്വലി ഒരു പേഴ്സണിന്
ആസ് എ ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്താണ് കിട്ടുക എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വർക്കിംഗ് പോളിസി നമ്മൾ സ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് കൃത്യമായി ഡിഫൈൻ ചെയ്ത രീതിയിൽ പോളിസികളും സ്കീമുകളും വരണം. നത്തിങ് വിത്തൗട്ട് അസ് അത് ഒരു കൾച്ചറുടെ ഭാഗമായിട്ട് തന്നെ വരേണ്ടതുണ്ട്. പേഴ്സൺ സെൻട്രിക് അപ്രോച്ച്, ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാളെ എടുത്തിട്ട് അയാൾക്ക് വേണ്ട സപ്പോർട്ട് നെറ്റ്വർക്കും ആവശ്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന രീതിയിലേക്ക് വരണം. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഇൻ ദ സർവീസ് ആണ്. അത് എപ്പോഴും പല രീതിയിൽ പേഴ്സണലി ഞാനും ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വീൽ ചെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ഗവൺമെന്റ് സംവിധാനത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സംവിധാനങ്ങൾ ഒരു സാധനങ്ങൾ നടത്തുമ്പോൾ അതിനെ വളരെ എക്സാഗ്രേറ്റ് ചെയ്തുകൊണ്ട് എക്സാഗ്രേറ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്. അത് ആ ഒരു കൾച്ചർ തന്നെയാണ് പലപ്പോഴും നമ്മളൊരു സിമ്പതിയും അല്ലെങ്കിൽ പലപ്പോഴും ഒരു ഗിവർ, ഒരു വാങ്ങുന്ന രീതിയിൽ ഒരു റിസീവർ എൻഡിലേക്ക് ഭിന്നശേഷിക്കാരെ കൊണ്ടുപോകും. അപ്പൊ അത്തരത്തിലുള്ള വാർത്തകള് ഈ അങ്ങനെ കാര്യങ്ങളെ ഹൈലി പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം ആ ഒരു മേഖലയ്ക്ക് കൊടുക്കുന്ന ഇപ്പൊ വീൽ ചെയറിന് വേണ്ടിയിട്ട് 10 കോടി ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്തു. അവിടെയാണ് നമ്മൾ നിർത്തേണ്ടത്. അതിനപ്പുറത്തേക്ക് ആർക്ക് കൊടുത്തു, ആ കൊടുത്തതിന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഫോട്ടോ എടുത്ത് വിടുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഒരു സിമ്പതി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഇത്തരം സാധനങ്ങൾ കോസ്റ്റ്ലി അല്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് പറയാം, ഒരു ഭിന്നശേഷിക്കാരന് ഹോസ്പിറ്റലിൽ ഇപ്പം ഇവിടെ പോയിട്ട് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന ഒരു തീരുമാനം അവനെ തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണെങ്കിൽ ചീപ്പായിട്ട് നമുക്ക് റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ സംവിധാനം ആ ഭിന്നശേഷിക്കാരന് ഓടണം എന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു ദിവസം $2000-3000 വേണ്ടി വരും. സെയിം സമയത്ത് അയാളെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ $1000 ചിലപ്പോൾ ചീപ്പായിട്ട് നടക്കും. സെയിം സമയത്ത് ലോങ് ടേം ആയിട്ട് ഉപകാരപ്പെടും. ലോങ് ടേം ആയിട്ടുള്ള കോസ്റ്റ് നോക്കുമ്പോൾ ആക്സസിബിലിറ്റി ഇൻക്ലൂഷനും കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഈവൻ ഫോർ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് സ്റ്റെപ്പ് ഉണ്ടാക്കി 2-3 കൊല്ലം കഴിയുമ്പോൾ അത് റാമ്പ് ആക്കുന്നതിനെക്കാട്ടും നല്ലത് ഇന്ന് നമ്മൾ സ്റ്റെപ്പ് ആക്കുകയാണെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള കോസ്റ്റ് നോക്കുമ്പോൾ ആ ഒരു വിഷനോട് കൂടിയിട്ട് ഉണ്ടാക്കുമ്പോൾ അത് കോസ്റ്റ് എഫക്റ്റീവ് ആവും. മാസ് ലെവൽ ഡിസബിലിറ്റി എഡ്യൂക്കേഷൻ നീഡ് ഓഫ് ദ ഹവർ ആണ്. അത് അക്രോസ് ദ ലെവല് ഭിന്നശേഷിക്കാരനായ അത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളവരുടെ റോൾ ഇമ്പോർട്ടന്റ് ആണ്. അഡ്വക്കേറ്റ്സ് ആയിട്ട് ഭിന്നശേഷിക്കാർ മാത്രമല്ല, അവരുടെ മേഖല വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അഡ്വക്കേറ്റ്സ് ആയിട്ട് വരണം. അക്കാഡമിക് ആൻഡ് റിസർച്ച് വരണം. റിക്രിയേഷൻ തെറാപ്പി അത്തരം സാധനങ്ങൾ, ഇപ്പം ഒ ടി വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഒരു ഫീൽഡ് ആയിട്ട് വരുന്നതാണ്. ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോ, സ്പീച്ച്. അതിനെക്കാട്ടി കുറച്ചും കൂടി അടുത്ത എൻഡിലേക്ക് പോയിട്ട് റിക്രിയേഷൻ തെറാപ്പി പോലുള്ള ഫീൽഡുകളിലേക്ക് പോകണം. ഇൻട്രസ്റ്റിംഗ്ലി അപ്പൊ അടുത്ത ഒരാൾ പരിചയപ്പെടുന്നതാണ് മാസ്റ്റേഴ്സ് ഇൻ ചിൽഡ്രൻസ് ബുക്ക് ഡ്രോയിങ്ങോ അങ്ങനത്തെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സാധനത്തിലേക്ക് അക്കാഡമിക്സ് പോകുന്നുണ്ട്. അത്തരത്തിലുള്ള അക്കാഡമിക്സ് വളരണം. ഫാമിലി ലീഡർഷിപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, അഡ്വക്കസി ഓർഗനൈസേഷൻ അധികം ഫാമിലി ലീഡർഷിപ്പ് ആണ്. പക്ഷെ അവർക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാവുന്നുള്ളത്. ഞാനടക്കം നാട്ടിൽ നിന്ന് വരുന്നതിന് നാട്ടിൽ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പല രീതിയിലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഭിന്നശേഷിക്കാരുടെ ആൾക്കാർ വേണ്ടി ഉണ്ടാക്കണം. പക്ഷെ അടുത്ത ലെവലിലേക്ക് സസ്റ്റൈനബിൾ ആയിട്ട് പോകാനുള്ള സിസ്റ്റംസും പോളിസിയും ഗവൺമെന്റ് സംവിധാനങ്ങളും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്ര ഓർഗനൈസേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് സസ്റ്റൈനബിൾ ആക്കാൻ പറ്റണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി സ്റ്റേറ്റ് ഓണർഷിപ്പ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇസ് ഇമ്പോർട്ടന്റ്. ഗവൺമെന്റ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റിലുണ്ട് ഗവൺമെന്റ് തന്നെയാണ് ഈ സാധനങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി ഇൻക്ലൂഷൻ ആസ് എ കൾച്ചർ. അതൊരു കൾച്ചറാണ്, നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് ഇതിനെ കൊണ്ടുവരേണ്ടതാണ്. അതിന് ടൈം എടുക്കും, അത് റിയാലിറ്റിയാണ്. പക്ഷെ ആ ഒരു ടൈം എടുക്കുന്നതിലേക്ക് നമ്മുടേതായിട്ടുള്ള ഇൻഡിവിജ്വലി ആസ് എൻ ഓർഗനൈസേഷൻ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇത്രത്തോളം ചെയ്യാനുണ്ട്. ഈ ഫോട്ടോസ് ഈ വീട്ടിലേക്ക് എന്നുള്ളത് ഈ ഇൻഡിപെൻഡന്റ് ലിവിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജെൻ പോളി എന്ന് പറഞ്ഞൊരു കനേഡിയൻ ലേഡി എഴുതിയൊരു പുസ്തകമാണ്. അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ വർക്ക് ഞാൻ പേഴ്സണലി ആസ് എ ടീം ഓഫ് വോളണ്ടിയേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തുള്ളത് ഇവിടുത്തെ നോവാസ്കോഷ്യ മലയാളി അസോസിയേഷനായിട്ട് കൊളാബറേറ്റ്ലി നമ്മൾ ന്യൂ കമർ ഫാമിലീസിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു ഇവന്റിന്റെ ഫോട്ടോയാണ്. ലോങ് ആയിട്ട് പറയാം, കുറച്ച് ചില മേഖലയിൽ ചിലപ്പം ഫ്രഷ് ആയിരിക്കാം. പക്ഷെ സ്റ്റിൽ ഒന്ന് കിട്ടിയ സമയത്തിനുള്ളതായിട്ടൊന്ന് ഫാസ്റ്റ് ചെയ്താം. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലൊന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു.